Hi dear nurses, welcome to Master Key Academy. Today we are going to discuss a topic from community health nursing. So today's topic is counseling. Okay. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ അധികം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിനെ കുറിച്ചുള്ള ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താ നമ്മൾ സുപരിചിതമാണ്, ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളപ്പോൾ എല്ലാവർക്കും മിക്കവാറും സുപരിചിതമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്താണ്? ഗീവിംഗ് ദ അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും എന്താണ് ഒരു ഉപദേശങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഈവൻ ദോ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? അവർക്ക് ഓരോരോ അഡ്വൈസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. കൗൺസിലിംഗ് ഡിനോട്ട്സ് ഗിവിംഗ് ദ അഡ്വൈസ്. അതാണ് പ്രൈമറി. എന്താ? ഗിവിംഗ് ദ അഡ്വൈസ്. അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗിന്റെ ഒരു മേജർ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈമറി കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൗൺസിലിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്സ് എ ക്ലയന്റ് റെക്കഗ്നൈസ് ഹിസ് പ്രോബ്ലം and his manage his stress by using problem technique when the help is provided by the counselor. സെയിം തന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളെപ്പോലെ ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്ട്രെസ് പാറ്റേണിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും അല്ലെ. നമുക്ക് ജീവിതത്തിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരിക്കും. അത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈവൻ ഒരു വർക്ക് പ്രഷർ ആയി ഭയങ്കര സ്ട്രെസ് ആയി ലാസ്റ്റ് ഡിപ്രഷൻ സ്റ്റേറ്റ് അടിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. സോ അങ്ങനെ വലിയ വലിയ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വയമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ കൗൺസിലിങ്ങിന് ഒരു കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുവന്നത്. സോ ഇവിടെ നമുക്ക് അയാൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ആ പ്രോബ്ലത്തെ റിസോൾവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആകുകയും അയാൾക്ക് എന്ത് ചെയ്യുകയും വേണം? അയാൾക്ക് ആ സിറ്റുവേഷൻ റിലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ അയാളെ ടേക്ക് കെയർ ചെയ്യുന്ന വ്യക്തികളോ എന്ത് ചെയ്യും? അയാളെ ഒരു കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുപോകും. ഇവൻ ദോ അയാൾക്ക് സ്വയമായിട്ടും കൗൺസിലറിന്റെ അടുത്ത് പോകാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം manage his stress by using problem solving technique when the help is provided by the counselor. അത് സ്വയമേ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതൊരു കൗൺസിലർ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ദ കൗൺസിലർ ഫൈൻഡ്സ് ഔട്ട് ദ ക്ലയന്റ്സ് പ്രോബ്ലംസ്. അപ്പം കൗൺസിലറിനെ എന്താണ്? ക്ലയന്റിന്റെ, അതായത് ഈ പ്രോബ്ലം ആയിട്ട് സ്ട്രെസ് ആയിട്ട് ചെന്ന വ്യക്തികളുടെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ കൗൺസിലറിന് കഴിയുന്നുണ്ട്. ഹി ഫൈൻഡ്സ് മെനി സൊല്യൂഷൻ ടു സോൾവ് ദ പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്പ് ദ ക്ലയന്റ് ടു ചൂസ് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ടു സോൾവ് ഹിസ് പ്രോബ്ലം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ പ്രോബ്ലത്തിനും ഓരോ സൊല്യൂഷൻ കൗൺസിലർ കണ്ടെത്തും. അതുകൊണ്ടാണല്ലോ നമ്മൾ കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. ഈവൻ ദോ ഇതൊരു പ്രോപ്പറായിട്ട് ഒരു കൗൺസിലിംഗ് ടെക്നിക്കൽ ഒരു ഇന്റർവ്യൂ പ്രോസസ് അവിടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൗൺസിലറിനെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വ്യക്തി ആരാണോ കൗൺസിലിംഗ് നീഡഡ് ആയിട്ടുള്ള വ്യക്തി, അതിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. മറ്റേ കൊടുക്കുന്ന ആളുടെ പേര് എന്താണ്? കൗൺസിലർ. സോ രണ്ട് ടേമും ഡിഫറെന്റ് ആണ്. സോ ആ കൗൺസിലർ നമ്മുടെ കൗൺസിലറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള റിസോൾവ് ചെയ്യുകയും അതിനുള്ള പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയും അയാളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ആ പ്രോബ്ലം എന്ത് ചെയ്യുകയും സോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. സോൾവ് ഹിസ് പ്രോബ്ലം. ഓക്കെ, അതാണ് എന്ത് കൗൺസിലിംഗ് എന്നുള്ള മേജർ കൺസെപ്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും എന്താണ് നമ്മൾ ഉപദേശം പറഞ്ഞ് മാറ്റുക എന്ന് പറയത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് എന്ത് ചെയ്യുകയാണ്? അവരെ പറഞ്ഞ് സഹായിക്കുക. അവർക്ക് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇനി ഡെഫിനിഷൻ നോക്കാം. Counseling is a dynamic and purposeful relationship between two people who approach mutually defined problems with mutual consideration of each other to the extent that troubled or less matured person is aided to a self-determined solution of his problem. സെയിം തന്നെ ഇൻട്രഡക്ഷൻ പറഞ്ഞ സെയിം ടോപ്പിക്സ് തന്നെ ഒരു ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ക്ലയന്റിന്റെ നീഡിനനുസരിച്ച് നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും ഒരേ ടെക്നിക്സ് ഓഫ് കൗൺസിലിംഗ് ആയിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഒരു ഡൈനാമിക് ആയിട്ടും അതേപോലെ ഒരു പർപ്പസ്ഫുൾ എന്ന് പറയാൻ കാരണം ഇപ്പൊ ഏത് പ്രശ്നമായിട്ടാണോ കൗൺസിലിംഗ് നമ്മുടെ അടുത്ത് വരുന്നത് ആ പ്രശ്നം റിസോൾവ് ചെയ്യാൻ പറ്റണം. സോ ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ റിലേഷൻഷിപ്പ്. അത് രണ്ട് വ്യക്തികളുടെ അടുത്ത് ഇടയ്ക്ക് സംഭവിക്കുന്നതായിരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിക്ക് സ്വയമേ ഒരു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല,
അയാൾക്ക് ഭയങ്കര ട്രബിൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ലെസ് മെച്ചൂർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വയമേ ഒരു തീരുമാനം എടുത്ത് ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് ആ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരാൻ കഴിയുന്നില്ല. സോ നമ്മൾ ആരുടെ ഹെൽപ്പ് എടുക്കും? ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് എടുക്കും. എന്തിന്? ആ സൊല്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് റിസോൾവ് ചെയ്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ. ഹൂ ഇസ് ദ ടു പീപ്പിൾസ്? രണ്ട് പീപ്പിൾ ആരാണ്? ഒന്ന് കൗൺസിലറും ഒന്ന് കൗൺസിലിംഗ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടുപേരുടെയും പേര് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, പർപ്പസസ് ഓഫ് കൗൺസിലിംഗ്. എന്തൊക്കെയാണ് പർപ്പസസ് കൗൺസിലിംഗിന്? ഫസ്റ്റ് പർപ്പസ് ടു ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ത്രൂ ടെമ്പററി ക്രൈസിസ്. ഇപ്പം പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായി. ടെമ്പററി ക്രൈസിസ് എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മൾ പെർമനന്റ് ആയിട്ടല്ല, ടെമ്പററി കുറച്ച് കാലഘട്ടത്തിലേക്ക് ഒരു ലൈഫ് ലോങ് അല്ല, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്ക് ഒരു ക്രൈസിസ് അവർ ഫീൽ ചെയ്തു, ഒരു ബുദ്ധിമുട്ട് അവർ ഫീൽ ചെയ്തു. സോ ഇവൻ ദോ ഒരു റാപ്പിഡ് ആയിട്ട് അക്യൂട്ട് ആയിട്ടാണ് ആ ക്രൈസിസ് പെട്ടെന്ന് വരികയാണ്. ഇവൻ ദോ നമുക്ക് പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുകയല്ല, പെട്ടെന്ന് ഒരു ക്രൈസിസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ അതിനെയാണ് നമ്മൾ ടെമ്പററി ക്രൈസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടെമ്പററി ക്രൈസിസ് വരുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? അതുമായിട്ട് റിസോൾവ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് ഒരു ഹെൽപ്പ് നീഡിന് വേണ്ടി കൊണ്ടുപോകുന്നതിനെയാണ് ടെമ്പററി ക്രൈസിസ്. പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നാൽ അയാൾക്ക് ആപ്റ്റ് ആയിട്ട് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് അയാളെ റിസോൾവ് ചെയ്യിക്കാം. ഓക്കെ, ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽസ് ടു മേക്ക് വൈസ് ചോയ്സസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു അഡോളസെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഈവൻ ദോ അഡോളസെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില കുട്ടികൾക്ക് ഓവറായിട്ട് കോളേജിൽ കോളേജിൽ അവരുടെ എന്താണ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ഭയങ്കര പ്രഷറാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രഷർ മൂലം അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ചില കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്താണ് ഒരു എഫക്റ്റീവ് നീഡായിട്ട് ഇതൊക്കെ ഇതിന്റെ ഒരു അക്കാഡമിക്സിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് സർവൈവ് ചെയ്ത നാളെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് കൊടുക്കാം. സോ അതിനെയാണ് ഒരു വൈസ് ഡിസിഷൻ. അപ്പൊ അതൊരു വൈസ് ഡിസിഷൻ. ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ആ മൊമെന്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈസ് ഡിസിഷൻ. ഇത് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണ് നമുക്കിത് പൂർത്തിയാക്കി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ നമ്മളൊരു വൈസ് ഡിസിഷൻ എടുക്കത്തക്ക രീതിയിൽ ഒരു കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് കൗൺസിലിംഗ് ഉപയോഗിക്കാം. ഓക്കെ, ടു ഇംപ്രൂവ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്. സ്വയമേ ഇപ്പൊ ഈ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഈ കുട്ടിക്ക് ഇപ്പൊ ഒരു സ്ട്രെസ് മൂലം ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഈവൻ ദോ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഴിവുകൾ അല്ലെങ്കിൽ അതിനെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു അവസരമില്ല. എന്തോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സ്വന്തം കഴിവുകൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാം, അവരുടെ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു അവസരവും കൂടെയാണ് എന്ത് കൗൺസിലിംഗ് കൂടെ. നമ്മൾ അവരോട് കൗൺസിൽ ചെയ്ത് മാറ്റി അവരെ ഒരു ഡിസിഷൻ മാറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം വ്യക്തിയെ കുറച്ച് അങ്ങോട്ട് പോകെ മനസ്സിലാകാം, ഇത് എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്, സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു അവസരം എന്ത് എടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. പ്രൊവൈഡിങ് നീഡഡ് ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻസ്. ഈവൻ ദോ കൗൺസിലിംഗിന് വരുന്ന വ്യക്തികൾ ഇപ്പൊ മെറൈറ്റൽ കൗൺസിലിംഗിനൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. മെറൈറ്റൽ കൗൺസിലിംഗ് പല കാര്യങ്ങൾ അവരുടെ എന്താണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ട്. സോ അവർക്ക് പല കാര്യങ്ങളും അറിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ള നീഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൗൺസിലിംഗ് ഇപ്പൊ ഒരു കൗൺസിലറിന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് അറിയില്ല എങ്കിൽ തന്നെയും ഒരു നീഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, കൗൺസിലറിന് കൗൺസിലിംഗ് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഇവൻ ആ സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ അവർക്ക് ഇപ്പൊ പെട്ടെന്ന് പറ്റില്ല, ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് പ്രൊവൈഡിങ് നീഡഡ് ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഐഡന്റിഫൈ ദ ഡിസ്റ്റർബ്ഡ് ബിഹേവിയർ അറ്റ് ദ ഏർലിയസ്റ്റ്. ഇപ്പൊ എന്തോ കൗൺസിലിംഗ് ആണ്, കൗൺസിലിംഗ് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ ഈ ക്ലയന്റിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പെരുമാറുന്ന പോലെയല്ല, ഒരു കൗൺസിലറിന് പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാകും. സോ എന്താണ് ഇങ്ങനെയുള്ള ഡിസ്റ്റർബ്ഡ് ബിഹേവിയേഴ്സ് എന്തെങ്കിലും ഇവർ കാണിക്കുവാണ് കൗൺസിലിംഗിന്റെ സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയില്ല എന്തെങ്കിലും ഇപ്പൊ ഒരു സിവിയർ ഡിപ്രഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ചാൻസ് ഉള്ള ഒരു പേഷ്യന്റ് തുടക്കത്തിൽ തന്നെ സ്റ്റേറ്റ് ചികിത്സിച്ച പ്രിമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി എല്ലാ ലെവൽസ് ഓഫ് പ്രിവെൻഷനും നമ്മുടെ കയ്യിലുണ്ട്. സോ അതിനൊരു തുടക്കത്തിൽ തന്നെ കൊണ്ടുപോവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏർലിയസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആ പേഷ്യന്റ് എന്ന് പറയാൻ കഴിയില്ല, ഒരു ക്ലയന്റിന്റെ ഒരു നോർമൽ ബിഹേവിയർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് എടുത്ത് അതിനെ ഫർദർ ആയിട്ട് പ്രോഗ്നോസിസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് കൗൺസിലിംഗിനുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് പർപ്പസസ്, മനസ്സിലാക്കിയിരിക്കുക.
ഓക്കെ. ഇനി ടു ഫെസിലിറ്റേറ്റ് ഇത് അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെറൈറ്റൽ എന്താണ് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കിപ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ദോ അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ പ്രിവെന്റ് തരുന്നുണ്ട് നമ്മുടെ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെയെങ്കിലും നമ്മളത് സർവൈവ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് എത്തിക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ, അഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻ തരുന്നുണ്ട്. ഹെൽപ്സ് ഇൻ അഡാപ്റ്റിംഗ് ടു ചേഞ്ച് ഓർ ന്യൂ എൻവയോൺമെന്റ്. പെട്ടെന്ന് ഒരു എൻവയോൺമെന്റിലേക്ക് ഈവൻ ദോ നമ്മളിപ്പോ ഒരു സിറ്റുവേഷനിൽ, അതിനൊരു എക്സാമ്പിള്, നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മളിപ്പോ ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഹൈക്കൊക്കെ കിട്ടി നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറുകയാണ്. സോ പെട്ടെന്ന് നമ്മളിപ്പോ ഒരു 2 years ആയിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഇടുമ്പോൾ നമുക്ക് ഇതില്ല. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസ്, ഞാനൊരു സിമ്പിൾ മൈന്യൂട്ട് എക്സാമ്പിൾ ആണ് ഇത് പറയുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ നമുക്ക് ആ അങ്ങോട്ട് മാറുമ്പോൾ ആ ഒരു പുതിയ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ നഴ്സസ്, അവിടുത്തെ ഒരു വർക്ക് പ്രഷർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്ക് എൻവയോൺമെന്റ് മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. സോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലറിന്റെ ഇത് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നമുക്ക് ചെന്ന് പറയാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, എനിക്ക് നല്ല സാലറി ഉണ്ട് അല്ലെങ്കിൽ ഈ ബന്ധം എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് അതൊക്കെ നമുക്ക് ഈ ബന്ധം ഹാൻഡിൽ ചെയ്യാം. സോ ഇത് ഞാനൊരു ജോബ് റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ഇത് നമ്മുടെ എന്താണ് ഡിസീസിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവന്തോ എന്താണ്, പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ഒരു എന്താണ് ഒരു ലോങ് ടൈം ആയിട്ട് കടന്ന ഒരാൾ പെട്ടെന്നൊരു എന്താണ് വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിലെത്തുമ്പോൾ പ്രോപ്പർ കെയർ കിട്ടുമോ എന്നുള്ള ആദ്യമായിട്ട് എന്ത് ചെയ്യാം, ആ ന്യൂ എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ വൈസ് വേഴ്സ, പെട്ടെന്ന് ഒരാൾക്ക് വയ്യാഴിക വന്നു, വീട്ടിൽ നിന്ന് എന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു, അയാള് വീട് എന്ന് പറയുന്ന ആ എക്സൽ അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ട് സോൺ ക്രാക്ക് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യും, ഭയങ്കര ആദ്യം വീണ്ടും കയറും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഈവൻ ദോ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കാം, അല്ലാതെ നമുക്കൊരു മെഡിക്കലി റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ രണ്ടും ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തന്നെയാണ് മനസ്സിലാക്കാൻ. സോ അങ്ങനെ ഒരു പെട്ടെന്നൊരു അഡാപ്റ്റ് ചെയ്യാൻ, ഒരു പെട്ടെന്നൊരു എൻവയോൺമെന്റ് മാറുവാണ്, നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് നടത്താം. ഓക്കെ. മേക്ക് സെൽഫ് സഫിഷ്യന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇതൊരു മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റെപ്പാണ്, അതായത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ ദോ ഒരു പേഷ്യന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലയന്റ് എന്താണ് ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് തേടി അയാൾ ഒരു എന്താണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ആ ഹെൽപ്പ് തേടിയ. ഈവൻ ദോ അത് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര സെൽഫ് സഫിഷ്യന്റ് ഇൻഡിപെൻഡന്റും ആകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ അത് സർവൈവ് ചെയ്ത് ആ ഒരു എന്താണ് ആ പ്രോബ്ലം റിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത്രയും സിറ്റുവേഷൻ മറികടക്കുമ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാകും, എന്നെ കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇതേപോലെ തന്നെ അയാൾ സെൽഫ് സഫിഷ്യന്റ്, എന്നെ കൊണ്ട് തന്നെ മതിയാകും, എനിക്ക് തന്നെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു സെൽഫ് സഫിഷ്യന്റും ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, ഇൻഡിപെൻഡൻസിയും അയാൾക്ക് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് കൗൺസിലിംഗ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് കൗൺസിലിംഗ് ആണുള്ളത്. ക്ലയൻസ് നീഡ് ടു ബി പ്ലേസ്ഡ് ഫസ്റ്റ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ ദോ നമുക്ക് ഫേസസും അതേപോലെ തന്നെ ടൈപ്സും ഉണ്ട്. സോ നമുക്ക് പ്രിൻസിപ്പിൾ അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലയന്റിന്റെ നീഡ് ആയിരിക്കണം ഫസ്റ്റ്. ക്ലയന്റ് ആരാണ് ഇവിടുത്തെ, കൗൺസിലിംഗ്, അതായത് ആരാണോ കൗൺസിലിങ്ങിന് വരുന്ന ആ വ്യക്തിയാണ് ക്ലയന്റ് ഇവിടുത്തെ. സോ അയാളുടെ നീഡ് ആയിരിക്കണം ഫസ്റ്റ് ആയിട്ട് ജീവല്ലോ. അതായത് നമ്മളിപ്പോ അയാൾ ഉപദേശിച്ചു, നമ്മൾ പറഞ്ഞല്ലോ ഗിവിംഗ് ദ അഡ്വൈസ്, ആ അഡ്വൈസ് കൊടുത്ത് അത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവരിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ അവരുടെ നീഡ് എന്താണോ എന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ്. സോ അവരുടെ നീഡ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത് ക്ലയന്റിന്റെ നീഡാണ് ആദ്യം വെക്കേണ്ടത്. ഓക്കെ, അതാണ് clients need to be placed first. Okay. Maintain dignity of individuals as individual is the primary concern in counseling. Okay. എല്ലാവരും അതായത് പറഞ്ഞാൽ നമ്മള് ഓരോ ഇൻഡിവിജ്വൽ ഓരോ ക്ലയന്റ് വരുമ്പോഴും അവരുടെ ഡിഗ്നിറ്റി നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതിനകത്ത് ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. നമ്മൾ അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ആണ്, അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളെയും ആസ്പദമാക്കിയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഉണ്ട്. ഈവൻ ദോ നമ്മൾ എന്താണ് എപ്പോ വന്നാലും നമ്മളൊരു ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുമല്ലോ കമ്മ്യൂണിറ്റിക്കകത്ത്, സെയിം തന്നെ ആ ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വല് നമ്മൾ എന്താണ് പ്രൈമറി കൺസേൺ ആണ്. ഇപ്പൊ ഒരു ഫാമിലി കൗൺസിലിംഗ് ആണ് എന്നെങ്കിൽ തന്നെയും ഒരു ഫാമിലി മെമ്പേഴ്സിൽ ഈച്ച് മെമ്പേഴ്സ് ആവും എന്താണ് കൺസേൺസ്. സോ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽസ്, അതാണ് പറയുന്നത് ഈച്ച് ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് ചെയ്യും പ്രൈമറി കൺസേൺ, എല്ലാവരും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു പ്രൈമറി കൺസേൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും
കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ഡിഗ്നിറ്റി അത് മേജർ ആണ്. ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഒരാളെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഓരോരുത്തരുടെയും നീഡും അതേപോലെ തന്നെ എല്ലാവരും നമുക്ക് എന്താണ് പ്രൈമറി കൺസേൺ ആണ് കൗൺസിലിംഗിന്റെ ഭാഗത്ത്. ഓക്കെ. അവോയ്ഡ് ഡിക്റ്റേഷണൽ ആറ്റിറ്റ്യൂഡ്. ഡിക്റ്റേഷണൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറയില്ലേ, എന്താ നമ്മള് ഈ അവരെ കൊണ്ട് പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്താ നമ്മള് ഒരു കർശനം കാണിച്ച് പറയില്ലേ, ഒരുമാതിരി നമ്മൾ ഒരുമാതിരി ആറ്റിറ്റ്യൂഡോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നീഡൊന്നും കേൾക്കാതെ എന്താ അവരിപ്പോ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുന്നു, പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഒരു നോർമലി ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺസ് എല്ലാം കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കും. സോ അങ്ങനല്ല, ഇവന്റെ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ കൂടെ തന്നെ പോകണം. സോ ഡിക്റ്റേഷണൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് വിത്ത് ക്ലൈന്റ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലൈന്റുമായിട്ടും അതേപോലെ തന്നെ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കൗൺസിലി ആയിട്ടും എന്താണ് നല്ല ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയും അതേപോലെ കോൺഫിഡൻസ്, എന്താണ് നമുക്കൊരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അവരുമായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നണം നമ്മളുമായിട്ട് ആ കൗൺസിലിംഗ് അവർ ഈ ഷെയർ ചെയ്ത പ്രോബ്ലംസിന് എഫക്റ്റീവ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തി കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യണം, അവർക്ക് ഇൻബിൽട്ട് ആയിട്ട് ഫോം ചെയ്യണം. സോ അവർക്ക് അവിടെ നിന്ന് നമുക്കൊരു വിശ്വസ്തത, ട്രസ്റ്റും അതേപോലെ ഒരു കോൺഫിഡൻസും നമ്മൾ എന്ത് ചെയ്യണം, ക്ലയന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. എംഫസൈസ് തിങ്കിങ് വിത്ത് ദ ക്ലൈന്റ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലൈന്റ് ഇപ്പൊ ഈവൻ ദോ ക്ലൈന്റ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൗൺസിലറിങ് നമ്മുടെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ്. ഈവൻ ദോ നമ്മൾ ചില സമയത്ത് ഡിസിഷൻ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ക്ലൈന്റ് എന്താണോ പറയുന്നത് അതുവഴി നമ്മളും തിങ്ക് ചെയ്യണം. ആ ഒരു രീതിയിൽ തന്നെ നമ്മളും എന്ത് ചെയ്യണം, അതൊന്ന് തിങ്ക് ചെയ്തിട്ടൊക്കെ വേണം എന്ത് ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ. മേക്ക് ദ ക്ലൈന്റ് ഫീൽ കംഫർട്ടബിൾ ആൻഡ് ഫ്രീ ടു ടോക്ക് അബൌട്ട് പ്രോബ്ലംസ്. അതായത് പറഞ്ഞാല് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡിക്റ്റേഷണൽ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒന്നും കാണിക്കാൻ നമ്മുടെ അടുത്ത് പറയാൻ അവർക്കൊരു ഭീതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് നമുക്ക് തുറന്ന് നമ്മളോട് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളോട് തുറന്ന് എന്താണ് ഫ്രീലി ആയിട്ട് ടോക്ക് ചെയ്യാൻ കൊടുക്കണം. കാരണം ഇങ്ങനെ ഫ്രീ അല്ലാതെ ഒരു പക്ഷം അവർ നമ്മളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇവന്റെ പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്യും, നമുക്ക് അറിയാൻ കഴിയില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ മറച്ചു വെക്കും. അപ്പം ഒരു 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 എഫക്റ്റീവ് ആയിട്ടൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്യും. ഈവൻ ദോ അവർക്ക് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ്, നമ്മൾ എന്താണ് നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനറിലുള്ള ആൾക്കാരാണ്, നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടും. ചില ആറ്റിറ്റ്യൂഡ് ചില ഈവൻ നമ്മൾ ആണെങ്കിൽ ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ ചിലർ സ്ട്രിക്റ്റ് ബിഹേവിയർ ആയിട്ടിരിക്കുന്നവരാണ്. ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കും നമുക്ക് പേടിയാകും പറയാം. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആകരുത്. എന്താണ് ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ പോലെ നമ്മൾ എന്താണ് കുറച്ച് ഫ്രണ്ട്ലി മാനറിൽ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് നീഡ് അസസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ആ നീഡ് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ നോക്കുക. ഒരു ഫ്രീ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മളുടെ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ. ഇനി കോൺഫിഡൻഷ്യാലിറ്റി പ്രൈമറി കൺസേണും അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി. എന്തുകൊണ്ടാണ്, ഈവൻ ദോ ഒരു ഫാമിലി മെമ്പറിനോട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു കൗൺസിലി വന്ന് കൗൺസിലറിനോട് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി എ കോൺഫിഡൻഷ്യൽ. അതെന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൗൺസിലിംഗില്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻഷ്യാലിറ്റി ഇവൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഈ കൗൺസിലർ വേറെ ആരോടെങ്കിലും ഇൻഫർമേഷൻ പറയുകയാണ്, ഈവൻ നെക്സ്റ്റ് ടൈമിൽ ഒരു വീട് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അയാൾ ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ അപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ എന്താണ് ഒരു മടിയില്ലാതെ പറയോ, ഒരിക്കലും പറയില്ല. അത് മാത്രമല്ല അവിടെ എന്താണ് ഒരു ഇഷ്യൂ വന്നത്, ട്രസ്റ്റ് ഇഷ്യൂ വന്നു, അയാൾക്ക് ഓൾറെഡി നമ്മളടുത്ത് വിശ്വസ്ത ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു, വിശ്വസ്ത നഷ്ടപ്പെട്ടു. സോ എന്താണ് കോൺഫിഡൻഷ്യൽ, എന്ത് കാര്യമാണോ ഇൻഫർമേഷൻ കിട്ടുന്നത് അത് നമ്മുടെ ട്രീറ്റ്മെന്റ് പർപ്പസിനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റിന്റെ ഒരു ഇന്റർവെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഒരു പ്രൈമറി നമ്മുടെ ഒരു നീഡിന് വേണ്ടി അത് ഒരു നമ്മുടെ കോവർക്കറിനോടോ അല്ലാതെ വേറെ ഏതായാലും ഇപ്പൊ നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ആ ടീം മെമ്പേഴ്സിനോട് വെറുതെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്, അതിനെ പറയാൻ പാടില്ല. ഇവൻ നമുക്കൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാവരും കൂടെ വർക്ക് ചെയ്യുകയാണ്, ആവശ്യമുണ്ടെങ്കിൽ പറയാം, അതൊരു പ്രോബ്ലം. അല്ലാതെ നമ്മളൊരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയുന്നത് പ്രൈമറി കൺസേൺ ആണ്. സ്കിൽസ് ഓഫ് വാംത്ത്, ഫ്രണ്ട്ലിനെസ്നെസ്, ഓപ്പൺനെസ് ആൻഡ് എംപതി ആർ ഇൻഗ്രീഡിയൻസ് ഓഫ് സക്സസ്ഫുൾ കൗൺസിലിംഗ് പ്രോസസ്. അറിയാമല്ലോ എന്താണ് സ്കിൽസ് ഓഫ് വാംത്തും ഫ്രണ്ട്ലിനെസ്സും ഓപ്പൺനെസ്സും എംപതി, ഇതെല്ലാം നമ്മുടെ കൗൺസിലിംഗിന് ആവശ്യമായിട്ടുള്ള എന്താണ് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്.
വാന്ത്, ഫ്രണ്ട്ലിനെസ്, ഓപ്പൺനെസ്, എമ്പതി, എന്താണ് നമുക്കൊരു സഹതാപം, എമ്പതി, അതേപോലെ തന്നെ എന്താണ് ഫ്രണ്ട്ലിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സൗഹൃദം പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും അവര് പറയില്ല. അനുകമ്പ, പിന്നെന്താ നമ്മൾ പറയില്ലേ, അങ്ങനെ സിമ്പതി, എമ്പതി എല്ലാം വരാം. പിന്നെ എന്താ പറയാ, ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് പറയാൻ കഴിയണം. ഈവൻ ദോ കുറെ കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയുന്നില്ല, ഒരു ഹൈഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് അവിടെ എടുക്കാൻ കഴിയുന്നില്ല. അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. സോ എന്താണ്, ഇതെല്ലാം നമ്മുടെ കൗൺസിലിംഗ് ടെക്നിക്സിന് വേണ്ടതാണ്. കൗൺസിലർ ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൺ അറ്റൻറ്റീവ് ലിസണിങ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ്ലി ആൻഡ് ഓൺ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വന്ന് കൗൺസിലിംഗ് ചെയ്യുവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻറ്റീവ് ആയിട്ട് ലിസൺ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിലോ അവർ വിചാരിക്കും നമ്മളൊന്നും കേൾക്കുന്നില്ല. സോ വെറുതെ നമ്മൾ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്, നമ്മളൊന്നും കേൾക്കുന്നില്ലെന്ന് അവർ വിചാരിക്കും. സോ എന്താണ് അറ്റൻറ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നല്ല വ്യക്തമായിട്ട് അവർ എന്താണോ പറയുന്നത് അത് നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതേപോലെ തന്നെ അവർ നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ് നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടത് അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ പറയത്തില്ലേ, എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ സാധിക്കില്ല എന്താണ് ചില ടോപ്പിക്സ്, അല്ലെങ്കിൽ ഒരു കൺസേൺ, ഒരു ഏരിയയെ കുറിച്ച് അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു നോളജ് കാണത്തില്ല. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള നീഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ കൗൺസിലിംഗിന്റെ ഭാഗമാണ്. ഓക്കെ, ലെറ്റ് ദ ക്ലൈന്റ് മേക്ക് വോളണ്ടറി ഇൻഫോംഡ് ഡിസിഷൻ. അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ, ഇപ്പൊ ചില ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ എന്താണ് ക്ലൈന്റ് തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. എന്തോ അവരൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. സോ നമ്മൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് ടെക്നിക്സ് വഴി അവർ ലാസ്റ്റ് ആ വോളണ്ടറി സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഡിസിഷൻ ഇൻഫോംഡ് നമ്മളോട് പറഞ്ഞ് ഒരു ഡിസിഷൻ അവർ എന്ത് ചെയ്യും, എടുക്കും. അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു പർപ്പസ് ആണ്. സുപ്രീമസി ഓഫ് ദ ക്ലയൻസ് വാല്യൂസ് ആൻഡ് കൾച്ചർ. ഇവന്തോ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ എന്താണ് പറയുക, ക്ലയന്റിന്റെ വാല്യൂസും അതേപോലെ കൾച്ചറും ബിലീഫും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി കൺസേൺ അല്ലെങ്കിൽ സുപ്രീമസി ആയിട്ട് അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എടുക്കാറുള്ളൂ. ഇവന്തോ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അല്ല നമ്മൾ ചെന്നിട്ട് അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വാല്യൂസിനോ ബിലീഫ്സിനോ ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം നമ്മൾ എന്താണ് ആദ്യമേ, ഇതൊക്കെ നമ്മുടെ ആദ്യമേ ഒരു മേജർ കോർ ടോപ്പിക്കാണ് അല്ലെ, ഏതൊരു നഴ്സിംഗിന്റെ ഒരു ബേസിക് ആസ്പെക്ടുള്ള കോർ ടോപ്പിക്കാണ്. ഫൗണ്ടേഷൻ ഇറ്റ്സെൽഫ് നമ്മൾ പഠിക്കുന്നതാണ് അവരുടെ എന്താണ് റൈറ്റ്സിനകത്തും കൾച്ചറിനകത്തും. സോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സെയിം പോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാം നമ്മൾ ഓൾറെഡി വാല്യൂസ് അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി കൗൺസിലിങ്ങിന് എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, എന്തൊക്കെ സ്കോപ്പാണ് കൗൺസിലിങ്ങിനുള്ളത്. ഓക്കെ, സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ്. എവരി ഇൻഡിവിജ്വൽ ഫേസസ് സെർട്ടൺ ലെവൽ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇൻ ഫാസ്റ്റ് മൂവിംഗ് ലൈഫ്. അറിയാമല്ലോ, ഇപ്പൊ ഇവന്തോ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് വേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്തോ ഒരു ഫാസ്റ്റ് മൂവിംഗ് ലൈഫാണ്. ഇതില് നമുക്ക് എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനും എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ നമുക്ക് ഓരോ ദിവസവും സ്ട്രെസ് കൂടി വരികയാണ്. കുറയുക എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഓരോ ദിവസം എന്താണ് സ്ട്രെസ് കൂടി വരികയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എക്സാമിന്റെ ഡേറ്റ് എടുത്ത്, സോ എന്താണ് സ്ട്രെസ് നമുക്ക് കൂടി വരികയാണ്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും സെർട്ടൺ ലെവൽ ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനുമാണ് ഓരോ ദിവസവും ഒരു ഫാസ്റ്റ് മൂവിംഗ് ലൈഫില്. എല്ലാ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീക്ക് എടുക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും ആപ്റ്റ് എന്താണ് ഓരോ ദിവസം എടുക്കുന്നതിന്. എല്ലാ ദിവസവും എന്താണ് സ്ട്രെസ് ആണ്. സോ അങ്ങനെയുള്ള ഓരോ ദിവസവും അവർക്ക് ഈ ഇങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് അതിനെ പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് കൗൺസിലിംഗ് ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിയാണ്. കൗൺസിലിംഗ് ഹെൽപ്സ് ടു അച്ചീവ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ബൈ ഓവർകമ്മിങ് സ്ട്രെസ്. ഈസി ആയിട്ട് ഐഡന്റിഫൈ അല്ലേ, നമുക്കൊരു പോസിറ്റീവ് ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഏത് ഹെൽത്ത് ആണ്, മെന്റൽ ഹെൽത്ത്, നമ്മുടെ മാനസിക ആരോഗ്യം ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തിൽ എത്തിക്കാൻ നമുക്ക് കൗൺസിലിംഗ് പറ്റും. ഇവൻ ഇപ്പൊ ഒരു സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു ആള് ഭയങ്കര നെഗറ്റീവ് തിങ്കിങ്സ് ആണ്, അയാളെ കൊണ്ട് പറ്റുന്നില്ല, അയാൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ല, സ്വന്തം കഴിവുകൾ അറിയുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സെൽഫ് സഫീഷ്യന്റ് അല്ല എന്നാണ് അയാളുടെ സ്വയം വിചാരം, ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. ഈവൻ അയാൾ എന്ത് ചെയ്യും, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആകും, സെൽഫ് സഫീഷ്യന്റ് ആകും, അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ സംഭവിച്ചോളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മാക്സിമൈസസ് ഇൻഡിവിജ്വൽസ് ഫ്രീഡം ടു മേക്ക് റൈറ്റ് ചോയ്സസ് ആക്ട് വിത്തിൻ കണ്ടീഷൻസ് ഇമ്പോസ്ഡ് എൻവയോൺമെന്റ്. അതായത് ഓരോ എൻവയോൺമെന്റിലും ഇപ്പൊ അത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളും ഡിഫറെന്റ് ആണ്. ഇവന്തോ ഇപ്പം ഒരു ഒരു എൻവയോൺമെന്റിൽ എടുക്കേണ്ട ഡിസിഷൻ ആയിരിക്കത്തില്ല ഇവന്തോ എന്താണ് കുറച്ചും കൂടെ വെസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ്
സിറ്റുവേഷനിൽ എടുക്കണം. അങ്ങനെയുള്ള ഒരു ചേഞ്ചസ്, അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻഡിവിജ്വൽസിനും അതിൻ്റെതായിട്ടുള്ള ഒരു മാക്സിമം ഫ്രീഡം, കറക്റ്റ് ചോയ്സസ് ഏതാണോ ആ സിറ്റുവേഷനുമായിട്ട് ഹാൻഡിൽ ചെയ്തൊക്കെ പോകേണ്ട തക്ക വിധമുള്ള വൈസ് ആയിട്ടുള്ള ഡിസിഷനും ചോയ്സസും എടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു റിസോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽ. നമ്മുടെ ഇൻഡിവിജ്വൽസിൽ ഓരോ പ്രോബ്ലംസ്, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തികളിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും റിസോൾവ് ചെയ്യാൻ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഇൻ സെലക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ കോഴ്സ്, പ്രോഫിറ്റബിൾ ഒക്യുപ്പേഷൻ ആൻഡ് ജോബ് പ്ലേസ്മെന്റ്. അറിയാമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഈവൻ ദോ ഒരു കുട്ടി സ്ട്രെസ് കൂടി ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കാണ് അതിന്റെ നഷ്ടം. സോ ഓരോ സ്റ്റുഡൻസിനും അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റഡീസിന് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, കൗൺസിലിംഗ് നേടാം, അവർക്കൊരു ഒരു ഹെൽപ്പ് എന്നുള്ള നിലയിൽ. അതേപോലെ തന്നെ പ്രോഫിറ്റബിൾ ഒക്യുപ്പേഷൻ, നമുക്ക് എന്താണ് നല്ല വരുമാന മാർഗമുള്ള ഒരു ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്യാൻ, അതേപോലെ തന്നെ ജോബ് പ്ലേസ്മെന്റ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ, അവർക്കൊരു വൈസ് ഡിസിഷൻ എടുക്കാൻ നമ്മുടെ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെൽപ്സ് സ്റ്റുഡൻസ് ഇൻ സെലക്ഷൻ ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് സ്റ്റഡി സ്കിൽസ് ആൻഡ് സ്റ്റഡി ഹാബിറ്റ്സ് ഫോർമേഷൻസ്. അതായത് ചില കുട്ടികൾക്ക് ഒരു സ്റ്റഡി ഹാബിറ്റ്സോ അല്ലെങ്കിൽ സ്കിൽസോ ഒന്നും കാണില്ല. സോ പ്രോപ്പറായിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ നിനക്ക് പഠിക്കാം. അതേപോലെ തന്നെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് ആയിരിക്കും മോസ്റ്റ് പ്രോബബിൾ. ഇന്ന രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം, നിനക്ക് സ്കിൽസ് ഇന്ന രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. Counseling services can help get a loan, scholarships and help from voluntary organization to complete their studies for students who are financially weak. Even though ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണ് കൗൺസിലിംഗിന് ചെല്ലുന്നത്, അപ്പോൾ കൗൺസിലറിന് എന്ത് മനസ്സിലാവും, ഇതൊരു വീക്ക് ഫാമിലിയിലുള്ള സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവന് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ കഴിയാത്തത്. സോ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യും. ഇവൻ ഏതെല്ലാം മാർഗങ്ങളുണ്ട്, ഇപ്പൊ സ്കോളർഷിപ്പും ലോൺസും അതേപോലെ പല വോളണ്ടറി ഓർഗനൈസേഷനും ഇങ്ങനെയുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. ഇനി ഇറ്റ് ഇംപ്രൂവ്സ് പേഴ്സണൽ എഫക്റ്റീവ്നെസ്, വൊക്കേഷണൽ ഹെൽത്ത് ആൻഡ് ലിവിംഗ് കണ്ടീഷൻസ്, പേഴ്സണൽ സോഷ്യൽ മോറൽ ആൻഡ് മാരിറ്റൽ ആർ കണ്ടസ്റ്റ് ഓഫ് കൗൺസിലിംഗ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എഫക്റ്റീവ്നെസ്, അതായത് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുടെ എഫക്റ്റീവ്നെസ്സും, അതേപോലെ വൊക്കേഷണൽ നമ്മുടെ ഹെൽത്ത്, ലിവിങ്, അതേപോലെ തന്നെ കൂടുതലും നമ്മുടെ ഒക്കുപേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളും സോഷ്യൽ മോറൽ മെറിറ്റൽ ഇങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ, അതായത് ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരിക്കലും താഴോട്ട് കൊണ്ടുപോകത്തില്ല. കാരണം എന്താണ്, ഒരു എഫക്റ്റീവ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സിറ്റുവേഷൻ കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനേ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. ടൈപ്സ് ഓഫ് കൗൺസിലിംഗിനകത്ത് ആദ്യത്തേത് ഡയറക്റ്റീവ് ഓർ പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. ഇത് പഠിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈപ്സ് ചോദിക്കാം. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് അതർവൈസ് കാൾഡ്, ഏതാണ്, പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു നെയിമിലും പറയാം, കൗൺസിലർ സെന്റേർഡ്. കൗൺസിലർ സെന്റേർഡ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള നെയിംസിൽ ചോദിക്കാം. സോ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് എ കൗൺസിലർ സെന്റേർഡ്. കൗൺസിലർ സെന്റേർഡ് എന്ന് പറഞ്ഞാൽ ഏത് കൗൺസിലിംഗ് ആണ്, നമ്മൾ ആരാണോ കൗൺസിലിംഗ് കൊടുക്കുന്നത് അയാൾക്കായിരിക്കും കൂടുതലും പ്രൈമറി റോൾ. സോ കൗൺസിലർ സെന്റർ വരുന്ന വ്യക്തിക്കല്ല, ആരാണോ കൗൺസിലിംഗ് കൊടുക്കുന്നത് അതാണ് കൗൺസിലർ സെന്റർ എന്ന് പറയുന്നത്. സോ ഇതിന് രണ്ട് പേരുണ്ട്, ഡയറക്റ്റീവ് ഓർ പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. കൗൺസിലർ പ്ലേസ് ലീഡിംഗ് റോൾ. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ലീഡിംഗ് റോള്, അതായത് പ്രൈമറി റോള് വഹിക്കുന്നത് ഇവിടെ കൗൺസിലർ ആണ്. ഹി ഡയറക്ട്സ് ദ കൗൺസിലേഴ്സ് ടു ടേക്ക് സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു റിസോൾവ് ഹിസ് കോൺഫ്ലിക്ട്. അതായത് പറഞ്ഞാൽ ഏതെങ്കിലും കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടി എന്താണ്, ഏതെങ്കിലും ഇപ്പൊ ഒരു ക്ലയന്റ് ഒരു പ്രോബ്ലവുമായിട്ടാണ് വരുന്നത്, ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് കൗൺസിലർ കൊടുക്കും. സോ എന്ന് പറഞ്ഞാൽ ഹി ഡയറക്ട് കൗൺസിലേഴ്സ് ടു ടേക്ക് സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു റിസോൾവ് ഹിസ് കോൺഫ്ലിക്ട്. അയാളെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണോ മുന്നോട്ട് പോകാൻ സ്ട്രഗിൾ ആണോ ഇത് ചെയ്യുന്നത്, അതെല്ലാം മറികടക്കാൻ വേണ്ടി നമ്മൾ കൗൺസിലർ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ബിലീവ്സ് ഇൻ ദ ലിമിറ്റഡ് capacity of the client. The counselor tries to direct the thinking of the client by informing, interrupting and advising. ഈ കൗൺസിലർ സെന്ററിങ് അല്ലെ, കൗൺസിലർ സെന്ററിങ്ങിനകത്ത് കൂടുതലും പറയുന്നത് എന്താണ്, ക്ലയന്റ്, അതായത് ഈ വരുന്ന വ്യക്തിക്ക് ആരാണോ കൗൺസിലിംഗ് തേടി വരുന്നത് ആ വ്യക്തിക്ക് കുറച്ച് ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. ഇവരുടെ നമ്മുടെ അടുത്ത് എന്താണ്, പ്രോപ്പറായിട്ട് അയാൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. സോ അങ്ങനെ തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്, ഒരു കുറച്ച് ലിമിറ്റഡ് കപ്പാസിറ്റി അയാൾക്കുള്ളൂ. ഈ കൗൺസിലർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൗൺസിലർ, അതായത് ഈ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തി
കൗൺസിലിയുടെ തിങ്കിങ്ങും അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും റീഡയറക്ട് ചെയ്യും, അയാളെ ഹെൽപ്പ് ചെയ്യും, കുറച്ചും കൂടെ തിങ്കിങ് ഹയർ ലെവൽ ഓഫ് തിങ്കിങ് കൊണ്ടുവരാനും അതേപോലെ തന്നെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഉപദേശങ്ങളും അഡ്വൈസസും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് പറഞ്ഞു കൊടുക്കും. സോ ഇതെന്താണ്, ഒരു കൗൺസിലർ സെന്ററിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് മേജറായിട്ടും പഠിക്കേണ്ടത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് അതർവൈസ് കാൾഡ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ഓർ ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് എന്താണ്, കൗൺസിലർ സെന്ററിംഗ് counseling. Then the counselor played a leading role in this type of counseling and the capacity of the client is self-limited. Limited. The counselor tries to direct the thinking of the client by informing, interrupting and by making advice. So ഇത് ഇത്രയാണ് നമ്മൾ ജനറലി പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഓഫ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്തൊക്കെയാണ്? നമുക്ക് ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൗൺസിലർ സെന്റേർഡ് ആയിട്ടുള്ള മോഡാണ്. ഇവിടുത്തെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കളക്ടിങ് ദ റിലവന്റ് ഡേറ്റ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് ഡേറ്റ ആണോ ആ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുക, റിലവൻസ് ആയിട്ട് കളക്ട് ചെയ്യുക. അനാലൈസിങ് ദ പ്രോബ്ലംസ്, അതായത് പറഞ്ഞാല് ക്ലയന്റ് നമ്മുടെ അടുത്തു നിന്ന് നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് നടത്തി നമ്മൾ അതിനകത്തുനിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തു. ഇനി ഡേറ്റ കളക്ട് ചെയ്തതിനകത്ത് നമുക്ക് ഓരോ പ്രോബ്ലംസ് അവർ ഓരോരോ ലിസ്റ്റ് ഡൗൺ ചെയ്ത് നമ്മളോട് പറയുന്നുണ്ടായിരിക്കും. ആ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. ഡയഗ്നോസിങ്, ഫോർമുലേറ്റിംഗ് കൺക്ലൂഷൻ റിഗാർഡിംഗ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ദ പ്രോബ്ലം എക്സിബിറ്റഡ് ബൈ ദ ക്ലയന്റ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോ പ്രോബ്ലംസും നമുക്ക് കിട്ടി, ഇനി അതിന്റെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്നോസിസ്, സെയിം ലൈക്ക് നേസിംഗ് ഡയഗ്നോസിസ്, നമ്മൾ നൈസിംഗ് ഡയഗ്നോസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ, ലാസ്റ്റ് ഒരു പ്രോംപ്റ്റ് ആയിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഈ കൺക്ലൂഷനിൽ എത്തിച്ചേർന്നാൽ മതിയോ, പോരാ, നമുക്ക് എന്ത് ചെയ്യണം, അതുമായിട്ട് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബബിൾ ആയിട്ടുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കണം. സോ ആ മുന്നോട്ട് പോകുന്ന സ്റ്റെപ്പാണ് പ്രോഗ്നോസിസ്. നമ്മൾ ആ കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതും വെച്ചോണ്ട് കയ്യിലിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയും മുന്നോട്ട് പോയിട്ട് എന്താണ്, പ്രോപ്പബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് അതിനെ എഫക്ട് ചെയ്ത് കൊടുക്കണം. സെയിം ലൈക്ക് നഴ്സിംഗ് പ്രോസസ് ഇവിടെ ആലോചിച്ചാൽ മതി, അത് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രോഗ്നോസിസ് മുന്നോട്ട് പോയി, അതിനുശേഷം നമുക്ക് എന്താണ്, റെമഡിയൽ മെഷേഴ്സ്, എന്താണ് പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ ഔട്ട് ആകാൻ പറ്റും എന്നുള്ള ഒരു റെമഡിയൽ മെഷർ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരിക. റെമഡിയൽ മെഷർ എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ ഡീൽ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് ഇത് ഒറ്റ ടൈമിൽ വന്നു, കൗൺസിലിംഗ് എഫക്റ്റീവ് ആയിരുന്നു, പ്രോബ്ലം റിസോൾവ് ചെയ്തു. എങ്കിലും നമ്മൾ സാധാ പനി വന്ന് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോളോ അപ്പിന് ഡോക്ടറിന്റെ അടുത്ത് പോകുന്നത് പോലെ തന്നെ സെയിം ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് കൗൺസിലിംഗിൽ എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇനി നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ കൗൺസിലിംഗിൽ എന്താ പറഞ്ഞേ, കൗൺസിലർ സെന്റേർഡ് ആണ്. ഇവിടെ പക്ഷെ എന്തായിരിക്കും, ക്ലയന്റ് സെന്റേർഡ് ആയിരിക്കും. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് അതർവൈസ് കാൾഡ് ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ്. ഇവിടെ കൗൺസിലർ, അതായത് നമ്മൾ ആരാണോ കൗൺസിലിംഗ് കൊടുക്കുന്ന ആ വ്യക്തിയുടെ റോള് ആക്റ്റീവ് അല്ല, പകരം എന്താണ്, പാസീവ് റോൾ ആണ്. അതാണ് ഓർത്തിരിക്കുന്നത്. ദ റോൾ ഓഫ് കൗൺസിലർ ഈസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് പാസീവ്. അപ്പൊ ഈ ഇതിനകത്ത് പാസീവ് റോൾ ആണ് ഉള്ളത്. ദ ക്ലയന്റ് മേക്സ് ദ ഫൈനൽ ഡിസിഷൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവന്തോ നല്ല സ്ട്രഗിളുമായിട്ട് വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചില ടൈപ്പ് ഓഫ് കൗൺസിലിംഗിൽ ആരാണ് ഡിസിഷൻ അവസാനം എടുക്കുന്നത്, ക്ലയന്റ് ആയത്. സോ ഇവിടെ ഡിസിഷൻ ഫൈനലായിട്ട് എടുക്കുന്നത് നമ്മുടെ ക്ലയന്റ് ആണ്. ദ കൗൺസിലർ ഹാസ് ടു അക്സെപ്റ്റ് capability of the client and to make adjustment and adaptation. അതായത് പറഞ്ഞാല് നമ്മുടെ കൗൺസിലർ, അതായത് പറഞ്ഞാൽ ആരാണോ കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തി എന്താണ്, നമ്മുടെ കൗൺസിലിയുടെ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അവരുടെ കേപ്പബിലിറ്റി, എത്രത്തോളം അവർക്ക് കേപ്പബിൾ ആണ് ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ എത്രത്തോളം കേപ്പബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ അസസ് ചെയ്ത് വെക്കുക. Counselor only creates an atmosphere in which the clients work out his own understanding. ഇവിടെ കൗൺസിലറിന് എന്തെങ്കിലും ഒരു റോള് കാണുമല്ലോ. കൗൺസിലറിന്റെ ഇവിടുത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ, പുറമെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരാണ് ഡിസിഷനും അതേപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് ആരാണ്, കൗൺസിലർ തന്നെയാണ്. ദ ഇമോഷണൽ ആസ്പെക്ട്സ് ആർ കോൺസെൻട്രേറ്റഡ് മോർ. It leads to voluntary choice of action. The principles of tolerance, acceptance are extremely important. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി കൺസേൺ ആണ് ഇവിടുത്തെ എന്താണ് നമ്മൾ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. അതേപോലെ തന്നെ നമ്മൾ ഇമോഷൻസ് കൂടുതലും നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു വോളണ്ടറി ഡിസിഷൻ എടുക്കേണ്ട ഒരു ചാൻസ് നോൺ ഡയറക്റ്റീവില് വരാറുണ്ട്. അതേപോലെ തന്നെ ചില പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ടോളറൻസ്, നമ്മൾ എത്രത്തോളം ആ സിറ്റുവേഷനുമായിട്ട് ടോളറേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ എത്രത്തോളം ആ സിറ്റുവേഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇതിന്റെ എന്താണ് മേജർ ആയിട്ട് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഏരിയസ് ആണ്. ഓക്കെ,
ഇനി നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്സിനും സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ സ്റ്റെപ്സ് ഡയറക്റ്റീവ് കൗൺസിലിംഗിന് പറഞ്ഞു. ഇനി നോൺ ഡയറക്റ്റീവിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് മേജർ പ്രോബ്ലം എന്താണ് സ്റ്റെപ്പ് ആണല്ലോ. ആദ്യം ചെല്ലുക, രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക. എക്സ്പ്ലറേഷൻ ഓഫ് ദ പ്രോബ്ലം. എക്സ്പ്ലറേഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ ക്ലയന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മള് പ്രോപ്പർ ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ മനസ്സിലാക്കുക. എക്സ്പ്ലോറേഷൻ ഓഫ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം വരാൻ ഈ ഒരു സിറ്റുവേഷൻ ഈ ക്ലയന്റിന് ഉണ്ടാകാൻ ചാൻസ് എന്താണോ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. ഈവൻ ദോ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും, ഇന്റർവെൻഷനിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ഇറ്റ്സ് ഫെയിലിയർ നമുക്ക് എന്ത് വേണം, ഓൾട്ടർനേഷൻ. പ്ലാൻ എ ഫെയിൽ ആയ പ്ലാൻ ബി എന്ന് പറയുന്നത് സെയിം തന്നെ. നമുക്കൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി സെറ്റപ്പ് ആയിട്ട് വെച്ചിരിക്കണം. ടെർമിനേഷൻ ഓഫ് ദ സെക്ഷൻ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗൺസിലിംഗ് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇവൻ അത് സക്സസ്ഫുൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കറസ്പോണ്ടിങ് ഒത്തിരി കൗൺസിലിംഗിന്റെ അഡ്വൈസസിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് ഫോളോ അപ്പ് കൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഇലക്ടീവ് കൗൺസിലിംഗ്. സോ നമ്മൾ ഏതൊക്കെ ടൈപ്പ് കൗൺസിലിംഗ് ഇപ്പൊ പഠിച്ചു? ഡയറക്റ്റീവ് കൗൺസിലിംഗ് പഠിച്ചു, ഇൻഡയറക്റ്റീവ് കൗൺസിലിംഗ് പഠിച്ചു. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് അതർവൈസ് കാൾഡ് counselor centered counseling or a prescriptive counseling. Then non-directive counseling is otherwise called client centered counseling. Then next type of counseling, elective counseling. Okay. Elective counseling. The counselor make use of both directive and non-directive counseling. So നമ്മള് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇലക്ടിസം ഒക്കെ പഠിച്ചിട്ടുള്ളത് സെയിം ലൈക്ക് ആണ്. ഇവിടുത്തെ ഇലക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയറക്റ്റീവ് കൗൺസിലിങ്ങും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്സിന്റെയും മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കി, അതായത് വേണ്ട സ്റ്റെപ്സ് എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയ ഒരു കൗൺസിലിംഗ് ആണ് ഇലക്റ്റീവ് കൗൺസിലിംഗ് എന്ന് ഓർത്തിരിക്കുക. സോ the counselor make use of both directive counseling and non-directive counseling. അതായത് നമ്മുടെ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെയും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെയും ഹെൽപ്പ് അല്ലെങ്കിൽ യൂസ് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. കൗൺസിലിംഗ് വിച്ച് may be useful for the purpose of modifying clients' ideas and attitudes. ഇവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പൊ തെറ്റായ ഒരു ഡിസിഷൻ ആണെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് നയിക്കാനാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. സോ അവരുടെ ഐഡിയാസും ആറ്റിറ്റ്യൂഡ്സും അവരുടെ ഒരു സ്വഭാവം, ഒരു ഇതുണ്ടല്ലോ ഭാവം, അതെല്ലാം നമുക്ക് മാറ്റി ഒരു പ്രോപ്പർ ആയിട്ടൊരു ആറ്റിറ്റ്യൂഡും ഐഡിയാസും കൊണ്ടുവരാനാണ് നമ്മൾ ഇലക്ടീവ് കൗൺസിലിംഗ് ഇവിടെ കൊടുക്കുന്നത്. The technique is effective in nature because it has been derived from all sources of counseling, selecting the best and leaving out of what is least required. Okay, ഞാൻ പറഞ്ഞല്ലോ എല്ലാ കൗൺസിലിംഗിന്റെയും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇലക്ടീവ് കൗൺസിലിംഗ്. സോ എന്ന് പറയുന്നത് ഇതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സോഴ്സ് ഓഫ് കൗൺസിലിംഗിൽ നിന്നും ഇത് എടുത്തിട്ടുണ്ട് ഈ ടെക്നിക്സ്. സോ ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ടിങ് ബെസ്റ്റ് ഏറ്റവും ബെറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും വേണ്ടാത്ത എന്ത് ചെയ്യണം, ലീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ steps എന്ന് പറയുന്നത്. Then the goal of independent and integration of crime rather than പ്രോബ്ലം ഓറിയന്റഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തെ മാത്രം സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു കൗൺസിലിംഗ് പറയുന്നത്. സോ ഇവിടെ പ്രോബ്ലത്തെ മാത്രം ഫോക്കസ് ചെയ്യാതെ എന്തൊക്കെയാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ആശ്രയിക്കാതിരിക്കുക, അങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കുക. അതേപോലെ തന്നെ ക്ലയന്റിനെ എല്ലാം എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനും ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു രീതിയിൽ ഈ രണ്ട് ആസ്പെക്ട് ആണ് എന്തിനുള്ളത്, നമ്മുടെ ഇലക്ടീവ് കൗൺസിലിങ്ങിനുള്ളത്. ദ കൗൺസിലർ ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ദ ക്ലയന്റ് ക്യാൻ വർക്ക് വിത്തൗട്ട് ഹിസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൗൺസിലർ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്തിനാണ്, ക്ലയന്റിനെ വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇറ്റ് ലീഡ്സ് ടു വോളണ്ടറി ചോയ്സ് ഓഫ് ആക്ഷൻ. സ്വന്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യാനും പറ്റും, ഡിസിഷൻ എടുക്കാനും ഇലക്ടീവ് കൗൺസിലിങ്ങിന് കഴിയും. ഇനി ഇതിന് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വന്തമായിട്ട് വെക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ് കൗൺസിലർ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കിയേ. ടു ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഇൻസൈറ്റ് കമ്പോണന്റ്. നമുക്ക് സ്വയമായിട്ട് ഇൻസൈറ്റ് ഉണ്ടാകും, നമുക്കൊരു തിങ്കിങ് പ്രോസസ് അബ്സ്ട്രാക്ട് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സ്വയമായിട്ടൊരു ബുദ്ധി ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിലീസ് ഓഫ് ടെൻഷൻ. ഈവൻ തോ നമുക്ക് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ടെൻഷൻ റിലീവ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ഇതിനുണ്ട്. ഓക്കെ,
The client has to be led to a point of self-realization, self-actualization and self-help. ഈ സെൽഫ് റിയലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷൻ എവിടെ ഉള്ളതാണ്? മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിനകത്തുള്ളതാണ്. സോ അതൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കുക കേട്ടോ. സോ ഇവിടെ ഇപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് ആ വ്യക്തിക്ക് ഇപ്പൊ ആ ഒരു കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തിക്ക് അവിടെ ഒരു സെൽഫ് റിയലൈസ് സ്വന്തം മനസ്സിലാക്കാനും അയാൾക്ക് ഒരു സെൽഫ് ആക്ച്വലൈസേഷനോ അതേപോലെ തന്നെ സ്വന്തമായിട്ട് സെൽഫ് ഹെൽപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിറ്റർമിനന്റ് എത്തിച്ചേരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇലക്ടീവ് കൗൺസിലിംഗ് മൂലം പറ്റുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഇൻ റിസോൾവിംഗ് എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ ആൻഡ് മെറിറ്റൽ പ്രോബ്ലംസ്. കൂടുതൽ ഇലക്ടീവ് കൗൺസിലിംഗ് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കൗൺസിലിംഗ് കൊടുക്കില്ല എന്നുള്ളതല്ല, എങ്കിലും മേജർ കൺസേൺ നമ്മുടെ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് ഒരു കുട്ടി വരുന്നത് ഇലക്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ അതാണ് പറയുന്നത്, വൊക്കേഷൻ, പിന്നെ എന്താണ് പറയേണ്ടത്, മെറിറ്റൽ. മെറിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഫാമിലി ലൈഫുമായിട്ട് ഇവന്തോ മുന്നോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള മെറിറ്റൽ പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊരു കൗൺസിലറിന്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും മെറിറ്റൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. സോ അതും എന്താണ് ഒരു ഇലക്ടീവ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് വിത്ത് ആൻ ഇന്റർവ്യൂ. എന്താണ് നമ്മള് ഏതൊരു ഒരു എന്താ പറയത്തില്ലേ, ഏതൊരു റാപ്പോർട്ടും എന്താണ് എഫക്റ്റീവ് ആകണം. അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം. സോ എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റാപ്പോർട്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യേണ്ടത്. കൗൺസിലർ എസ്റ്റാബ്ലിഷസ് റാപ്പോർട്ട് വിത്ത് ദ ക്ലയന്റ്. സെയിം തന്നെ റെപ്പിറ്റേഷൻ ആണ് എന്താ, കൗൺസിലർ പ്രോപ്പർ ആയിട്ട് റാപ്പോർട്ട് ക്ലയന്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. കളക്ടിങ് റിലവന്റ് ഡേറ്റ. ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് വെറുതെ ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്താൽ പോരെ, എന്ത് ചെയ്യണം, റിലവന്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് അവരിൽ നിന്ന് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യാൻ പറ്റണം. അനലൈസിങ് ദ പ്രോബ്ലംസ്. അനലൈസിങ് ദ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ക്ലയന്റിന് ഈവൻ ദോ ഓരോ പ്രോബ്ലംസ് കാണും, ഓരോരോ പ്രോബ്ലംസ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താ ഇപ്പം നീഡിനനുസരിച്ച് ഒരു പ്രോബ്ലം ആയിരിക്കും, അല്ല, ഒരു ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ആ പ്രോബ്ലംസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഏറ്റവും പ്രയോറിറ്റൈസ് ആദ്യം ഏതാണോ മീറ്റ് ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ അടുക്കി ലിസ്റ്റ് ഡൗൺ ചെയ്യണം. സോ അതാണ് അനലൈസിങ് ദ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഫോർമുലേറ്റിംഗ് കൺക്ലൂഷൻ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് പ്രോബ്ലംസ്. അതായത് പറഞ്ഞാൽ ഡയഗ്നോസിസ് ചെയ്യുക. ഡയഗ്നോസിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഷൻ കൊണ്ടുവരിക. ഇപ്പൊ ഇവന്റെ കുറെ പ്രോബ്ലംസ് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുവോ കൗൺസിലിംഗ്? ഇല്ല. അതെല്ലാം നമുക്ക് എന്താ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് ഇന്റർവെൻഷൻസ് കൊടുക്കുക എന്നുള്ളതും അതേപോലെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ കൗൺസിലിംഗ് സ്റ്റെപ്പ് തന്നെയാണ്. സോ അതുമായിട്ട് പ്രോബബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അതാണ് ഫോർമുലേറ്റിംഗ് ദ കൺക്ലൂഷൻ റിഗാർഡിംഗ് നേച്ചർ ഓഫ് ദ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. കൗൺസിലർ ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ദ ക്ലയന്റ്സ് വർക്ക് ഔട്ട് ടു സോൾവ് ദ പ്രോബ്ലംസ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗൺസിലിംഗ് എന്താണ്, നമ്മൾ ആരാണോ വ്യക്തി പ്രോബ്ലമായിട്ട് വരുന്ന ആ വ്യക്തിക്ക് എന്താണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൻവയോൺമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ റിലേഷൻഷിപ്പ് അതെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കുന്നതാണ് കേട്ടോ. ഫേസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും മറിച്ചും ഒക്കെ ചോദിക്കാം. സോ ഫേസസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഒരു എഫക്റ്റീവ് ഇലക്ടീവ് കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് കൗൺസിലിംഗിന്റെ ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫേസ് 1 എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്. നമ്മള് എന്താണ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോപ്പർ ആയിട്ട് നമ്മുടെ അടുത്ത് ഒരു വ്യക്തി വരികയാണ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് ഒരാള് നമ്മളെ അടുത്ത് കൗൺസിലിങ്ങിന് വരുവാണ്, ഒരു കൗൺസിലറിന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് വരുവാണ്. നമ്മൾ എന്താണ് ആദ്യമേ പ്രോബ്ലം ചോദിക്കുവാണോ ചെയ്യുന്നത്? അല്ല, ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് അവരുടെ ഒരു പ്രൈമറി ഇൻഫർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നമ്മളൊന്ന് ഓറിയന്റഡ് ആയിട്ടിരിക്കും. സോ അവർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിലേഷൻഷിപ്പ് ഒരു റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഫേസ്, എസ്റ്റാബ്ലിഷിംഗ് ദ റിലേഷൻഷിപ്പ്. സോ ഇറ്റ് ഈസ് എ സെക്ഷൻ ഡ്യൂറിംഗ് വിച്ച് ദ കൗൺസിലർ ആൻഡ് ദ കൗൺസിലി ഇൻട്രൊഡ്യൂസ് ഈച്ച് അതർ ആൻഡ് എസ്റ്റാബ്ലിഷ് പ്രൈമറി റാപ്പോർട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലറും കൗൺസിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, ഇന്ററാക്ഷൻ നടത്തുകയാണ്. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോപ്പർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. ഈവൻ ദോ അവരുടെ പേര് പറയുന്നിടം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ഓറിയന്റേഷൻ ഫേസിൽ സംഭവിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യും, പരിചയപ്പെടുകയും പ്രോപ്പർ ആയിട്ടുള്ള കൺസേൺസ് പറയുകയും പ്രോബ്ലംസ് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റാപ്പോർട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. ഗുഡ് റാപ്പോർട്ട് ബിൽഡിംഗ് പ്രൊവൈഡ്സ് റെസ്പെക്ട്, trust and sense of psychological comfort to the counselor counseling relationship for the progression to the counseling process.
പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഗുഡ് റാപ്പോർട്ട് നല്ലൊരു സംസാര രീതിയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടായിരിക്കും. പ്രൈമറി എന്താണ് ബഹുമാനം ഉണ്ടായിരിക്കും, റെസ്പെക്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഒരു സൈക്കോളജിക്കൽ കംഫർട്ട്, അവർക്ക് ഒരു കംഫർട്ട് സോൺ ആയിരിക്കണം. കൗൺസിലറിനോട് നമുക്ക് അങ്ങനെ തോന്നത്തില്ല, ഒരു സൈക്കോളജിക്കൽ കംഫർട്ട് സോൺ ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ് ഈ കൗൺസിലർ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പ്രോപ്പർ ആയിട്ട് റാപ്പോർട്ട് ബിൽഡ് ചെയ്തത്. ഈവൻ ദോ നല്ലൊരു റാപ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യൂ ഇല്ല, ഒരിക്കലും പ്രോഗ്രസ് ചെയ്യില്ല. സോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ പ്രൈമറിയാണ്. സ്ട്രാറ്റജീസ് ടു എസ്റ്റാബ്ലിഷ് ആൻ എഫക്റ്റീവ് റിലേഷൻഷിപ്പ്. സെയിം സ്റ്റെപ്പ് തന്നെ എന്താണ് നമ്മൾക്ക് ഒരു എഫക്റ്റീവ് റിലേഷൻഷിപ്പ് അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക രീതിയിലുള്ള പ്രോയർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആദ്യത്തെ കാര്യമാണല്ലോ. എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെന്ന് പരിചയപ്പെടാൻ പോവുകയാണ്, നമ്മൾ പ്രൈമറി പ്രോബ്ലമോ അല്ലെങ്കിൽ നീഡും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ചോദിക്കുന്നത്, നമ്മളെ പേരും അതേപോലെ തന്നെ അവരുടെ പേരും സ്ഥലവും വയസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ വയസ്സും അതേപോലെ സ്ഥലവും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അവരുടെ ഡെമോഗ്രഫിക് ജോഗ്രഫിക് ഡിഗ്രി ഒക്കെ എന്ത് ചെയ്യും കളക്ട് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും പരിചയപ്പെടുക. അതിനെയാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന്. സോ ഇതാണ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ പേജ്. ഒന്നുമില്ല, ആദ്യം ഓർക്കുക. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു പേഷ്യന്റ് എടുത്ത് ആദ്യം ഒരു അഡ്മിറ്റായ ഒരു പേഷ്യന്റ് എടുത്ത് ആദ്യം മുമ്പ് എന്താണ് പേര് ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓറിയന്റ് ചെയ്തിട്ട് റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് ഒരു ഓറിയന്റേഷൻ കിട്ടുന്ന ഫേസ് ആണ് എന്ത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗിനിങ് ദ ഫേസ് വിത്ത് അഡിക്വേറ്റ് സോഷ്യൽ സ്കിൽസ്. ഈ ഫേസ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസോട് കൂടി വേണം. ഓൾവേസ് അഡ്രസ് ദ ഇൻഡിവിജ്വൽസ് ബൈ ഹിസ് ഓർ ഹെർ നെയിം. അത് പ്രൈമറി ഇമ്പോർട്ടന്റ് ആണ്. ഈ എന്തോ നമുക്കാണെങ്കിലും ഫീൽ ചെയ്യും എന്താണ് നമ്മുടെ പേരല്ല വെറുതെ എന്താണ് നമ്മളെന്താണ് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് സംസാരം നമുക്കത് ഫീൽ ആവും. സോ ഇവന്തോ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു കൺസേൺ വരാതിരിക്കാനും അല്ലെങ്കിലും ഒരു പ്രൊഫഷണലിസം എന്നുള്ള ഒരു സ്റ്റെപ്പിന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക പേര് തന്നെ വിളിച്ച് അഡ്രസ് ചെയ്യുക. എൻഷുർ ഫിസിക്കൽ കംഫർട്ട് ടു ദ കൗൺസിലി ആൻഡ് സെൽഫ്. അവർക്കൊരു ഫിസിക്കൽ കംഫർട്ട് ഇവന്തോ എന്താണ് ഒരു ബെഡ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഒരു എന്താണ് അവരൊരു കംഫർട്ട് സോൺ എന്നുള്ള രീതിയിൽ ഫിസിക്കൽ കംഫർട്ട് നമുക്ക് അവർക്ക് ഒരുക്കി കൊടുക്കണം. ഡു നോട്ട് ഇന്ററപ്റ്റ് വിത്ത് ദ ഇൻഡിവിജ്വൽ വെൻ ഹി ഓർ ഷീ ഈസ് ടോക്കിംഗ്. ഒരിക്കലും ഇപ്പൊ ഒരു ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഇവൻ ഒരു ബൈസ്റ്റാൻഡറുമായിട്ടോ അങ്ങോട്ടും അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമുക്കിപ്പോ കൗൺസിലിംഗ് ചെയ്യണം, ഇപ്പൊ ഇതിന്റെ അടുത്തുള്ള ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയും എന്നും പറഞ്ഞ് ഒരിക്കലും ചെന്ന് അവരെ എന്ത് ചെയ്യരുത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ഒരു നല്ല സ്റ്റെപ്പ് അല്ല. ലിസൺ അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക കേട്ടിരിക്കുക എന്നുള്ളതാണ്. ഒബ്സർവ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ കേസ് എന്തെങ്കിലും ജസ്റ്റേഴ്സ് അവർ കാണിക്കാം, ഇന്ന് താല്പര്യമില്ലായ്മ മുഖത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുക. അതേപോലെ തന്നെ ഇവന്തോ തലയാട്ടും ആണോ അല്ലയോ എന്ന് പറയുന്നതിന് ഇവരെന്തായിരിക്കും ചെയ്യുന്നത് തലയാട്ടുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇല്ല കണ്ണടച്ച് കാണിക്കും. ഇങ്ങനെയുള്ള നോൺ വെർബൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ നോട്ട് ചെയ്യുക. ചില നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ എന്താണ് കൗൺസിലിംഗിൽ പ്രൈമറി റോൾ വഹിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി ഫേസ് 2 അസസ്മെന്റ്. ഫേസ് 2 അസസ്മെന്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ദ സെക്കൻഡ് ഫേസ് ഓഫ് കൗൺസിലിംഗ് ഈസ് ബേസിക്കലി എ ഡേറ്റ കളക്ഷൻ ഫേസ്. നമ്മുടെ കൗൺസിലിംഗിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡേറ്റ കളക്ഷൻ ഫേസ് ആണ്. നമ്മൾ ആദ്യം ഓറിയന്റേഷൻ ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. But the counselor motivates the counselor to provide complete information about the problems. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലർ മോട്ടിവേറ്റ് ചെയ്യും കൗൺസിലർ എന്താണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തി തരാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പർ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പം പ്രോപ്പർ ആയിട്ട് ഒരു കൗൺസിലർ പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഫേസ് ഏതാണെന്ന് ചോദിച്ചാൽ അസസ്മെന്റ് ഫേസ് ആണ്. ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രം ദ കൗൺസിലിംഗ് ലൈക്ക് ജനറൽ ഡേറ്റ അവരുടെ ജനറൽ ഡേറ്റ, ഫിസിക്കൽ ഡേറ്റ ലൈക്ക് വെയിറ്റ് എന്താണ് ഹൈറ്റ് BMI ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഡേറ്റ, അച്ചീവ്മെന്റ് ഡേറ്റ, എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ഡേറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അസസ്മെന്റ് ഫേസിൽ. ജനറലി ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. അസസ്മെന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് ജനറലി ഡേറ്റ കളക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ആസ്പെക്ടിലുമുള്ള ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കളക്ട് ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ല. അതേപോലെ തന്നെ വേറൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്തോ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ഭയങ്കരമായിട്ടും എന്താ
നമ്മളോട് ഓപ്പൺ അപ്പ് ആകാതിരിക്കുകയാണ്, പറയാതിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടത്തില്ല. സോ അതൊരു പ്രൈമറി കൺസേൺ ആണ്. നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഓരോ ഇൻഫർമേഷനും അല്ലെന്നുണ്ടെങ്കിൽ കണ്ടെത്തി അവർക്കൊരു പ്രോബബിൾ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഓക്കെ. ഇനി ആഫ്റ്റർ ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഡയഗ്നോസിസ് റിലേറ്റഡ് ടു ദ കൗൺസിലേഴ്സ് ബിഹേവിയേഴ്സ് ഇസ് മെയ്ഡ്. അതായത് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാകും ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ജനറൽ ഐഡിയ നമുക്ക് മനസ്സിലാകും. സോ അവരെ ബേസ് ചെയ്ത് അവരുടെ ബിഹേവിയറിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഡയഗ്നോസിസ് ക്രിയേറ്റ് ചെയ്യാം. വേരിയസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ. ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കുകയാണ്. എന്തെങ്കിലും ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ക്വസ്റ്റ്യനേഴ്സ് ഉപയോഗിക്കാം, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കാം, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, ഓട്ടോബയോഗ്രഫി, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, റേറ്റിംഗ് സ്കെയിൽ, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, കേസ് സ്റ്റഡി. സോ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് എന്താണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമുക്ക് ഡേറ്റ കളക്ഷനിലുള്ളത്. ക്വസ്റ്റ്യനർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ തരും. ഈവൻ ദോ റിട്ടേൺ ആണെങ്കിൽ എന്താണ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഓറലി ക്വസ്റ്റ്യൻസ് തരും. ഒബ്സർവേഷൻ, നമ്മൾ അവിടെ പോയിട്ട് ഒബ്സർവ് ചെയ്യും. സോ ഇതെല്ലാം എന്താണ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ കളക്ട് ചെയ്യാം. പ്രൈമറി ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ്സ് നോക്കി കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഡേറ്റ കളക്ഷൻ ടൂൾസും ടെക്നിക്സിന്റെയും ഒരു വെറൈറ്റീസ് വേരിയസ് എന്താണ് ഓപ്ഷൻസ് ആണ്. ഇനി ഫേസ് 3 ഏതാണ്? ഫേസ് 3 സെറ്റിംഗ് ദ ഗോൾസ്. സെറ്റിംഗ് ദ ഗോൾസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഡ്യൂറിംഗ് ദിസ് തേർഡ് ഫേസ് ഓഫ് കൗൺസിലിംഗ് പ്രോസസ് ഗോൾസ് ആർ സെറ്റ് കോപ്പറേറ്റ് ബൈ ബോത്ത് കൗൺസിലർ ആൻഡ് ദ കൗൺസിലേഴ്സ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ ഫേസ് ആണ്, അറിയാമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലറും കൗൺസിലിംഗും കൂടി ബോത്ത് രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ഗോള് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഈ കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം അച്ചീവ് ചെയ്യണം, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഗോള് അച്ചീവ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ഫേസ് ആണ് ഇത്. ഇത് മൂന്നാമത്തെ ഫേസ് ആണ്. ഇവിടെ കൗൺസിലറും കൗൺസിലിംഗും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള മാനറിൽ പോയിട്ട് ഒരു ഗോള് അല്ലെങ്കിൽ ആ എന്താണ് അവർക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ഒരു സെറ്റ് ചെയ്ത് വെക്കുക. വൈൽ സെറ്റിംഗ് ദ ഗോൾസ് കൗൺസിലിംഗ് സ്ട്രെങ്ത്, വീക്ക്നെസ്, കൺസ്ട്രെയിൻസ്, അവൈലബിൾ റിസോഴ്സസ് മസ്റ്റ് ബി കെപ്റ്റ് അണ്ടർ കൺസിഡറേഷൻ. ഇനി അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്തോ ഇതൊരു ഗോൾസ് സെറ്റ് ചെയ്ത് നമുക്ക് ആ പ്രൊഫഷനും സോൾവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൗൺസിലർ എന്തറിഞ്ഞിരിക്കണം? വന്നിരിക്കുന്ന കൗൺസിലറുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ റിസോഴ്സസ് എന്തൊക്കെയാണെന്നും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കുകയാണ്. അത് കൺസിഡർ ചെയ്തിട്ട് വേണ്ട നമ്മൾ സെറ്റ് ചെയ്യാൻ. ഈവൻ ദോ ഒരു ഹയർ ലെവൽ ഓഫ് ഗോൾ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഒരു ക്ലയന്റിന്റെ തിങ്കിങ് എബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് അഡാപ്റ്റേഷനും വളരെ കുറവാണ്. പെട്ടെന്ന് അയാൾക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പറ്റുള്ളൂ. സോ അയാളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസൃതമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്ലാൻ ചെയ്യാൻ. അത് പ്രൈമറി ഇമ്പോർട്ടൻസ്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഗോളും സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരുടെയും കൺസ്ട്രെയിൻസും വീക്ക്നെസ്സും സ്ട്രെസ് എന്താണ് സ്ട്രെങ്തും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്തിട്ടേ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അവൈലബിൾ റിസോഴ്സ്. എന്താ നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് ഇല്ല ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇങ്ങനെ എഫക്റ്റീവ് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ടെക്നിക്സിനുള്ള ടൂൾസ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് യൂസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അവൈലബിലിറ്റി എന്ത് ചെയ്യുക? അല്ലെ മാക്സിമം അവൈലബിലിറ്റി അല്ല മാക്സിമം യൂസേജ് നമ്മൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്മ്യൂണിറ്റിയിൽ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ. The goal could be an immediate ultimately which direct the counselor and counselee to be further progress in the കൗൺസിലിംഗ് പ്രോസസ്. ഈ ഗോൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിരിക്കണം. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലറിനെയും കൗൺസിലിയെയും എന്താണ് ഫർദർ കൗൺസിലിംഗ് പ്രോസസ്സ് ഫർദർ ആയിട്ട് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ ഒരു ചെറിയ ഇപ്പൊ അങ്ങ് സാധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ നീടൊന്നും ഇല്ലാത്ത ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്താ ഈ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് എന്താണോ അയാൾക്ക് ആ ഒരു കൺസേൺ എന്ത് ചെയ്യണം? മേജർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഗോൾ കൊടുക്കാൻ. ഓക്കെ. എഫക്റ്റീവ് ആൻഡ് റിലയബിൾ ഗോൾ സെറ്റിംഗ് റിക്വയർസ് ഫോളോയിങ് സ്കിൽസ് ഇൻ കൗൺസിലർ.
മൾട്ടി ഫേസറ്റഡ് നോളജ് റിലേറ്റഡ് ദ പ്രോബ്ലം ഓഫ് ദ കൗൺസിലിംഗ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എഫക്റ്റീവ് ആയിട്ടൊരു റോളാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് കൗൺസിലർ കൊടുക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലറിന്റെ റോൾ അയാൾ വഹിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് പ്രോബബിൾ ആയിട്ടുള്ള സ്കിൽസ് വേണം. സ്കിൽസ് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ അയാൾക്ക് എന്ത് വേണം, ആ കൗൺസിലിക്ക് വന്ന ആ കൗൺസിലിയുടെ എല്ലാ പ്രോബ്ലത്തിന്റെയും കീ ആസ്പെക്ട് അവിടെ ഇവിടെയുള്ള ഒരു മൈന്യൂട്ട് ആസ്പെക്ട് വരെ അയാൾ അറിഞ്ഞിരിക്കുകയും വേണം. എഫിഷ്യന്റ് ആയിട്ടുള്ള നോളജ്, ബുദ്ധി എന്താണ് അറിവ് അയാൾക്കൂടെ, എന്നാലേ അയാൾക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവൻ ദോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലീസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റൈസ് ആയിട്ടുള്ള നീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫേസ് 4 ഇന്റർവെൻഷൻ. നാലാമത്തെ ഫേസ് ആണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സ്റ്റേജ് ഓഫ് കൗൺസിലിംഗ് ഈസ് ആൻ ഓപ്പറേഷണൽ ഫേസ് വെയർ ദ കൗൺസിലിംഗ് ഈസ് സജസ്റ്റഡ് ടു ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് പ്രസന്റ് പ്രോബ്ലം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷണൽ ഫേസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പോസിബിൾ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ഏറ്റവും ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും ആ പ്രോബ്ലം കഴിഞ്ഞ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ് കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള ഒരു ഇന്റർവെൻഷൻ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ഫേസ് ആണ്. അത് എങ്ങനെ ഓവർകം ചെയ്യുക, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ഒരു ഫേസ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻസ്, ഏറ്റവും ഉള്ളതിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പോപ്പുലർ എന്താണ് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുക, ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ് ഇന്റർവെൻഷൻ ഫേസിലുള്ളത്. ദ ഫേസ് ഈസ് അഫക്റ്റഡ് ബൈ ദ കൗൺസിലേഴ്സ് ഓൺ തോട്ട് അബൌട്ട് ദ കൗൺസിലിംഗ് പ്രോസസ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലേഴ്സിന്റെ ഓൺ തോട്ട്, അദ്ദേഹത്തിന് സ്വയം ചിന്താഗതിയില്ല കൗൺസിലിംഗ് പ്രോസസ്. അറിയാമല്ലോ, കൗൺസിലറിന് തന്നെ ആയിരിക്കും വെറൈറ്റീസ് ഓഫ് ഇന്റർവെൻഷൻസ് തോന്നുന്നത്. സോ അയാൾ എന്ത് ചെയ്യും, പല വെറൈറ്റീസ് ഓഫ് ഇന്റർവെൻഷൻസും ആ കൗൺസിലിംഗ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യാൻ നോക്കും. ഏതിലാണോ എഫക്റ്റീവ് അത് നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട്. സോ അത് അദ്ദേഹത്തിന്റെ തോട്ടിൽ തോന്നുന്ന ഇന്റർവെൻഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ് ആയിട്ടും ആ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത്. ഓക്കെ, the intervention will depend upon the approach used by the counselor and the problem and the എന്താണ് ആൻഡ് ഇൻഡിവിജ്വൽ. ഇനി ഈ ഇന്റർവെൻഷൻ നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ കൗൺസിലറിന്റെ ഏത് അപ്രോച്ച് ആണെന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലറുടെ ഏത് പ്രോബ്ലം ആണെന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഏത് ആ കൗൺസിലിംഗ് ആ ഓരോ ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്യും. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവെൻഷൻ ഇപ്പൊ അയാളുടെ പ്രോബ്ലത്തിന് അനുസൃതമായിട്ടുള്ള ഇന്റർവെൻഷൻ അല്ല നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടായില്ല. സോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് റാക്കോട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഐഡന്റിഫൈ, സോ എഫക്റ്റീവ് ആയിട്ട് ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. ദ ചോയ്സ് ഓഫ് ഇന്റർവെൻഷൻ ഈസ് എ പ്രോസസ് ഓഫ് അഡാപ്റ്റേഷൻ ആൻഡ് ദ കൗൺസിലർ ഷുഡ് ബി പ്രിപ്പയർഡ് ടു ചേഞ്ച് ദ ഇന്റർവെൻഷൻ വെൻ ദ സെലക്ടഡ് ഇന്റർവെൻഷൻ ഡസ് നോട്ട് വർക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് അഡാപ്റ്റേഷൻ ആണ് അല്ലെ. ചിലപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇന്റർവെൻഷൻ കൊടുക്കും, ചിലപ്പോൾ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മൾ എങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സൊല്യൂഷൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അഡാപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ആദ്യം ഒന്നും അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അഡാപ്റ്റ് ചെയ്തേ മുന്നോട്ട് പോകുന്നത്. സോ ഇതൊരു ചോയ്സ് ഓഫ് ഓരോ ചോയ്സ് ഓഫ് ഇന്റർവെൻഷനും എന്താണ് ഒരു അഡാപ്റ്റേഷൻ ആണ്, ഓരോരുത്തർക്കും അഡാപ്റ്റ് ചെയ്യും. ഇപ്പൊ എന്തോ അതൊരു ഒറ്റ ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ എന്ത് ചെയ്യും വേറൊരു സൊല്യൂഷനിലേക്ക് പോകും. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി ഓരോ ഇന്റർവെൻഷൻസ് ഇത് ചെയ്യുമ്പോഴത്തേക്കും കൗൺസിലറിന് പ്രോപ്പർ ആയിട്ടും തറവ് നോളജ് വേണം ആ കൗൺസിലറുടെ സ്ട്രെങ്തിന്റെയും വീക്ക്നെസിനെ കുറിച്ച്. അതേപോലെ തന്നെ നമ്മൾ അത് ഇത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് സൊല്യൂഷൻ അനുസൃതമായിട്ട്, അതായത് ഒരു എന്താ കണ്ടെത്താൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുന്നത്. ഈവൻ എന്തോ ഇത് കൊടുത്തിട്ട് നമുക്ക് സൊല്യൂഷൻ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണം ഇന്റർവെൻഷൻസ് മാറ്റി കൊടുക്കണം. ഇതാണ് അതിന്റെ കാര്യം. ഓക്കെ, ഫേസ് 5 ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ്. അതെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെർമിനേഷൻ. കൗൺസിലിംഗ് എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യത്തക്കതൊക്കെയുള്ള സ്റ്റെപ്പാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് കൗൺസിലിംഗ് പ്രോസസ് വേർ ദ കൗൺസിലിംഗ് കംസ് ടു എൻ എൻഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും അവസാനത്തെ ഫേസ് ആണ്. അവിടെ കൗൺസിലിംഗ് എന്തായി എൻഡ് ആകുകയാണ്. ടെർമിനേഷൻ മസ്റ്റ് ബീൻ പ്ലാൻഡ് വെൽ അഹെഡ് സോ ദാറ്റ് ദ കൗൺസിലിംഗ് മേ ബി ഫീൽ ആൻഡ് അറ്റ് ദ ഡിപ്പാർച്ചർ ആൻഡ് ഗ്രാജുവലി ഏബിൾ ടു ഹാൻഡിൽ ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗൺസിലിംഗ് കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ആ കൗൺസിലിംഗ് ചെയ്യാൻ വന്ന വ്യക്തി എന്താ കൗൺസിലിംഗിന് വേണ്ടി വന്ന വ്യക്തി എന്താണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി അയാളുടെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്തു സോൾവ് ചെയ്തു. സോ അയാൾ കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അയാൾ എന്തായിരിക്കും ഗ്രാജുവലി അയാൾക്ക് ഓരോ പ്രോബ്ലംസും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മറ്റേതായാലും ഡിപ്പെൻഡന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത് കൗൺസിലിംഗ്. സോ അയാൾക്ക് എന്താണ് ഇനി ഇൻഡിപെൻഡന്റ് ആണ്, അയാൾ സ്വയം വ്യക്തി എന്താണ് സ്വയമായിട്ട് ഓരോ പ്രശ്നങ്ങളും ഡീൽ ചെയ്യാത്തക്ക രീതിയിൽ അയാൾ എന്തായി പ്രാപ്തനായി. സോ ദ ഫോളോ അപ്പ് സെക്ഷൻസ് മേ ബി റിക്വയർഡ് ടു ഹെൽപ്പ് കൗൺസിലിംഗ് ഫർദർ ടു ഹാൻഡിൽ ദ പ്രോബ്ലം.
ഓരോ ഫോളോ അപ്പ് സെക്ഷൻസും അതേപോലെ എന്താണ് ഓരോ ഓരോ എന്താ നമ്മൾ പറയത്തില്ലേ ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഇത് മാറിയെങ്കിൽ ഒന്നുകൂടെ ഫോളോ അപ്പ് കൊണ്ട് കാണിക്കാൻ പറ്റും. സോ ഓരോ ഫോളോ അപ്പ് സെക്ഷനിലും വരുമ്പോൾ അവർക്ക് എന്താണ് കൂടുതൽ കൂടുതൽ എന്താണ് സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണ് കൂടുതൽ കൂടുതൽ എബിലിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവർക്ക് പ്രോബ്ലം എന്താണ് ഇൻഡിപെൻഡന്റ്ലി മീറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതും കൂടെ ആണ്. ഓക്കെ, ഇനി ഒരു ഗുഡ് കൗൺസിലിംഗിന്റെ ഏതൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ക്വാളിറ്റി ഓഫ് എ ഗുഡ് കൗൺസിലർ നമുക്ക് നോക്കാം. ആ സ്പെല്ലിംഗ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗുഡ് കൗൺസിലർ GOODCOUNSCLOR. സോ അങ്ങനത്തെ ആ സ്പെല്ലിംഗിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്കതിപ്പോ പഠിച്ചിരിക്കാൻ എളുപ്പമുണ്ട്. ഒരു ന്യൂമോണിക്സ് ആയിട്ട് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഗുഡ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ G. എന്താണ് വേണ്ടത്? ഗുഡ് ടെക്നിക്കൽ നോളജ്. ടെക്നിക്കൽ നോളജ് എന്തിനായിരിക്കും വേണ്ടത്? എന്തിനാണ് ടെക്നിക്കൽ നോളജ് വേണ്ടത്? നമുക്ക് പ്രോപ്പർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ ഇവൻ നമ്മൾ എന്താണ് നമ്മളെ ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ IEC പറഞ്ഞല്ലോ, ആ ഒരു മീഡിയം എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ടെക്നിക്കൽ നോളജ്. ഇവൻ ഒരു കൗൺസിലിംഗ് ആയിട്ട് ഒരു പേഷ്യന്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ട് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ലെവൽ ഓഫ് എന്താണ് ടെസ്റ്റസ് അവർക്ക് കണ്ടക്ട് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയുള്ള ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി നമുക്ക് ടെക്നിക്കൽ നോളജ് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു കൗൺസിലിംഗ് നമ്മളിപ്പോ വെറൈറ്റീസ് ഓഫ് ഇന്റർവെൻഷൻ ആണ്. ഇവൻ ഒരു എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എന്താണ് ഇപ്പൊ ഓറലും അല്ലാത്ത നമ്മളിപ്പോ ഇപ്പൊ ലെക്ചറിങ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താണ് പറയുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡ്. സോ നമുക്ക് ന്യൂ മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ നോളജസ് കുറച്ചുകൂടെ സ്കില്ല് വരുന്നത് ഡെവലപ്പ് ചെയ്യുന്ന എന്താണ് നല്ല കാര്യമാണ്. ഇനി അടുത്ത O ഫോർ ഒപ്റ്റൈനിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ പേഷ്യന്റ് ആണല്ലോ. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ പേഷ്യന്റിന്റെ അടുത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുമോ, അവരുടെ നീഡ് മനസ്സിലാക്കാൻ പറ്റുമോ, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുമോ, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ? ഒന്നും കഴിയില്ല. സോ എന്താണ് നമുക്ക് അവരിൽ നിന്നും എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ കിട്ടുക. ഒബ്ജക്റ്റീവ്ലി ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ഈവൻ ദോ കൗൺസിലിംഗ് നമ്മൾ നടക്കുവാണ്, ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കൊടുക്കുക. ഡെമോൺസ്ട്രേറ്റിംഗ് പ്രൊഫഷണലിസം. ഏതൊരു കാര്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മേജർ ഫാക്ടറാണ്. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻ്റനൻസ് അറിയാമല്ലോ. നമ്മുടെ അടുത്ത് എന്താണ് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ വരുവാണ്, എന്താ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പറയാണ്. നമ്മൾ എന്താണ് അത് വേറെ ഒരാളോട് പോയി പറയുക അല്ലെന്നുണ്ടെങ്കിൽ അത് പിറ്റേന്ന് പരസ്യമാക്കിയാണോ വേണ്ട? അല്ല, നമ്മൾ എന്ത് ചെയ്യുക, കോൺഫിഡൻഷ്യാലിറ്റി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഒബ്സർവ്, നമ്മൾ പ്രോപ്പർ ആയിട്ട് അയാളുടെ പ്രശ്നങ്ങൾ ഒബ്സർവ് ചെയ്യുക. അൺബയസ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോരോ 100 കാര്യങ്ങൾ അങ്ങനെ ഒന്നും കുരുങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് ചെയ്യരുത്. എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അൺബയാസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം പോകേണ്ടത്. ഇനി നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാനോ എന്നുള്ള രീതിയിലൊന്നും കാണിക്കരുത്. ഇവന്തോ നമ്മൾ എന്ത് ചെയ്യുക, വരുന്നിടത്ത് ഒരു ഓൺഗോയിങ് ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം വരുന്നത്. സെൻസിറ്റീവ് ടു ദ നീഡ് ഓഫ് പേഷ്യന്റ്. ഓരോ നീഡ് ഇവന്തോ ഒരു മൈന്യൂട്ട് നീഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുക, അത് അവരെ മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള എഫക്റ്റീവ് സൊല്യൂഷൻസ് പറഞ്ഞെടുക്കുക. എമ്പതറ്റിക് ആയിരിക്കണം. അതേപോലെ തന്നെ ഓരോ ആൾക്കാരുടെയും ലിസൺ കെയർഫുള്ളി, ഓരോ ആൾക്കാരുടെയും പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷ്മമായിട്ട് കേൾക്കുക. ലെറ്റ് ദ പേഷ്യന്റ് മേക്ക് ദ ഡിസിഷൻ. അവരെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഒരു റോൾ കൊടുക്കുക. കൗൺസിലർ സെന്റേർഡ് ആകാതെ മോസ്റ്റ് കൗൺസിലിംഗ് എന്ത് ചെയ്യുക, കൗൺസിലിംഗ് സെന്റേർഡ് ആക്കുക. അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രാപ്തത കൊണ്ടെത്തിക്കുക. ഇനി ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നഴ്സസിന് എന്തൊക്കെ റോൾസ് ആണ് കൗൺസിലിങ്ങിനുള്ളത്? The role of nurse is very important in counseling process. നമ്മുടെ റോള് കൗൺസിലിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. The nurse is the only health person who comes in an immediate contact of the client. The major role of the nurse is in identifying the clients who really requiring the client taking care. So നമുക്കറിയാം nurse ആണ് ഡയറക്ട്ലി ദിവസവും നമ്മുടെ അടുത്ത് കോണ്ടാക്ടിൽ, അതായത് ഒരു തെറാപ്യൂട്ടിക് കെയറിന്റെ ഭാഗമായിട്ട് ഇവന്റെ ഒരു സിംഗിൾ ഡേ പോലും ഇല്ലാതെ എന്നും കോണ്ടാക്ടിൽ വരുന്ന nurse ആയിരിക്കും. സോ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആസ്പെക്ട് നഴ്സിന്. സോ നേഴ്സ് ആണ് ഒരു ഹെൽത്ത് കെയർ പേഴ്സണൽ കംപ്ലീറ്റ്ലി എന്താണ് ഇമ്മീഡിയറ്റ് കോണ്ടാക്ട്, എപ്പോഴും ക്ലയന്റുമായിട്ട് എന്താണ് സംസാരിക്കുകയും അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കാനാണെങ്കിൽ അവർക്കുമായിട്ടൊരു പ്രോപ്പർ ആയിട്ടുള്ള റാപ്പോർട്ട് ഉണ്ടായിരിക്കും. സോ ക്ലയന്റിന് നേഴ്സിന് ഒരു മേജർ റോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് വേണം, അവരുടെ ബിഹേവിയർ മാറ്റാൻ വേണ്ടി കൗൺസിലിംഗ് വേണോ എന്നുള്ള എല്ലാം തീരുമാനിക്കേണ്ട ഒരു ഓപ്ഷൻ എടുക്കേണ്ടത് നേഴ്സിന് ഒരു മേജർ റോളുണ്ട്. ഇത്
ദ അതർ കോമൺ റോൾ ഇൻ കൗൺസിലിംഗ് പ്രോസസ് ആർ ആസ് ഫോളോസ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ റോൾസും കാണുമല്ലോ, നമ്മൾ ഓൾറെഡി റോൾ ഓഫ് നേഴ്സ് ഒക്കെ കുറെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഏതൊക്കെ റോൾ ആണെന്ന് പറഞ്ഞാൽ കോർഡിനേറ്റർ റോള്, കമ്മ്യൂണിക്കേറ്റർ റോള്, ദെൻ ടീച്ചർ റോൾ, മാനേജർ റോൾ. ഓക്കെ, കോർഡിനേറ്റർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നേഴ്സ് കോർഡിനേറ്റ്സ് ഇൻ പ്ലാനിംഗ് ദ ഹോൾ കൗൺസിലിംഗ് പ്രോസസ്, പ്രിപ്പയർ ദ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ദ പ്ലാൻ അക്കോർഡിംഗ്ലി വിത്ത് ദ പെർമിഷൻ ഓഫ് കൗൺസിലർ ആൻഡ് ക്ലയന്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റർ എല്ലാ കൗൺസിലിംഗ് പ്രോസസ്സിൽ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഓരോരോ പ്ലാൻസ് കണ്ടുപിടിക്കാനും ആ പ്ലാൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും സൊല്യൂഷൻ മീറ്റ് ചെയ്യാനും ആരാണ് മേജർ റോൾ വഹിക്കുന്നത്? നേഴ്സാണ്. കാരണം എന്ന് പറഞ്ഞാല് ഒരു ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും. ആദ്യം അത് പ്രയോറിറ്റൈസ് ചെയ്യണം, അല്ലെ? ഡയഗ്നോസിസ് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം, നീഡിന് അനുസൃതമായിട്ടുള്ള മീറ്റ് ചെയ്യിപ്പിക്കണം, സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് നീഡിനനുസരിച്ചുമായിട്ടുള്ള. പിന്നെ ഇവാലുവേഷൻ നടത്തുക, അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് നടത്തുക, വീണ്ടും റീഅസസ്മെന്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഇതെല്ലാം ആരുടെ റോളാണ്? സോ ഇത് ഒരു കോർഡിനേഷനിൽ കൊണ്ടുപോകാൻ എന്നുള്ള റോളാണ് നേഴ്സ് വഹിക്കുന്നത്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേറ്റർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ റാപ്പോർട്ട് ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് ദ ക്ലൈന്റ് ആക്ട് ആസ് എൻ ഏജന്റ് ബിറ്റ്വീൻ. ഒരു നേഴ്സ് നമ്മുടെ കൗൺസിലറിന്റെയും അതേപോലുള്ള കൗൺസിലറുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. സോ അവർക്ക് ഇവർ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു ബേസിക് അറിയാവുന്ന ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യത്തക്ക റോളും ആർക്കുണ്ട്? നമ്മുടെ നേഴ്സിനുണ്ട്. സോ ഷീ മസ്റ്റ് ബി ആക്ട് ആസ് എൻ കമ്മ്യൂണിക്കേറ്റർ. ദെൻ ടീച്ചേഴ്സ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നഴ്സ് ഈസ് ഗോയിങ് ടു ആക്ട് ആസ് എ ടീച്ചർ ഇൻ ഗൈഡിംഗ് ടു ദ ക്ലൈന്റ് ടു അച്ചീവ് ഹിസ് ഓർ ഗോൾ റോൾ. ഇവന്റെ ഒരു കൗൺസിലിംഗ് പറഞ്ഞു കഴിഞ്ഞു, ഇവന്റെ കുറെ ഇന്റർവെൻഷൻസ് പറഞ്ഞു കൊടുത്തു, ചിലപ്പോൾ ക്ലൈന്റ് തന്നെ അത് ചെയ്യുന്നില്ലായിരിക്കും. സോ ഒരു നഴ്സിന് പ്രോപ്പറായിട്ട് ആ ഒരു സ്റ്റെപ്പില് എന്താണ് പ്രവർത്തിച്ച് പ്രോപ്പറായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റോളാണ് ടീച്ചർ റോളിൽ അവർ വഹിക്കുന്നത്. ദെൻ മാനേജർ റോൾ എന്ന് പറഞ്ഞാൽ ദ നേഴ്സ് ആക്ട് ആസ് എൻ ഓവറോൾ മാനേജർ ഓഫ് എ കൗൺസിലിംഗ് പ്രോസസ് ഹു ക്യാൻ ഓർഗനൈസ്, ഡയറക്ട്, കൺട്രോൾ ആൻഡ് ഡെലിഗേറ്റ് ദ ഹോൾ പ്രോസസ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു കൗൺസിലിംഗ് റോളിൽ ഓവറോൾ മാനേജറായിട്ടായിരിക്കും നേഴ്സ് ആക്ട് ചെയ്യുന്നത്. ആദ്യം കൗൺസിലിംഗ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം, അതായത് ക്ലയന്റിന്റെ അടുത്ത് പോകുമ്പോൾ അവരുടെ ബിഹേവിയറിനനുസരിച്ച് ഇത് വേണോ വേണ്ട എന്ന് അവർക്കറിയാം. സോ അവർക്ക് അത് വേണ്ടി ഓർഗനൈസ് ചെയ്യാം. കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനെ ഡയറക്റ്റ് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം. പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻവോൾവ്മെന്റൽ ഫാക്ടേഴ്സും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്താലേ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓൾ പ്രോസസ് മൊത്തം ഒരു നഴ്സിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണോ? അല്ല, അത് ഡെലിഗേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പകുതിയായിട്ട് ഈവൻതോ പല റോൾസ് ആയിട്ട് പലയിടത്തും കൊടുക്കാനുള്ള ഡെലിഗേഷൻ എന്നുള്ള റോളും ആര് ചെയ്യുന്നുണ്ട്? നേഴ്സ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെ റോൾസ് ആണ് എന്തിനുള്ളത്? നേഴ്സിനുള്ളത്. സോ ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ആയിട്ട് ഉള്ള എന്താണ് കൗൺസിലിംഗിന്റെ മേജർ എല്ലാ ഏരിയസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യം കൗൺസിലിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു തന്നു. ഡെഫിനിഷൻ, രണ്ട് പീപ്പിൾസിന്റെ ഇടയ്ക്കുള്ള എന്താണ് റിലേഷൻഷിപ്പ് ആണ്. ഒരാൾക്ക് സ്വയമേ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തപ്പോൾ മ്യൂച്വലി എന്ത് ചെയ്യുകയാണ്? അവര് ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് ചെയ്ത് ഒരു മ്യൂച്വൽ പ്രോസസ്, അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ് ആയിട്ട് ഒരു മെച്ചൂർഡ് ഡിസിഷൻ സൊല്യൂഷൻ പ്രോബ്ലത്തിന് വേണ്ടി എന്താണ് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ പർപ്പസസ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ദെൻ പ്രിൻസിപ്പിൾസ്, എപ്പോഴും ക്ലയന്റിന്റെ നീഡ് മസ്റ്റ് ആയിട്ടും എന്താണ് പ്രൈമറി കൺസേൺ കൊടുക്കുക. അതേപോലെ അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഡിക്റ്റേഷണൽ ആറ്റിറ്റ്യൂഡ് അവോയ്ഡ് ചെയ്യുക, ജഡ്ജ്മെന്റൽ ആകാതിരിക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞു, പിന്നെ സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ് പറഞ്ഞു. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ ആദ്യം ഡയറക്റ്റീവ്, ഇത് എന്തായാലും പഠിച്ചിരിക്കുക, ഓരോയിടത്തും വിട്ടുപോരുത്. ഒന്നെങ്കിൽ ഡയറക്റ്റീവ്, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്, അല്ലെങ്കിൽ കൗൺസിലർ സെന്റർ ആണ്. ഇവിടെ കൗൺസിലറിനാണ് മേജർ റോൾ കേട്ടോ, കൗൺസിലറിനാണല്ലോ മേജർ റോള്. പിന്നെ ഇത് എന്താണ് തിങ്കിങ്, ക്ലയന്റിനകത്തുനിന്ന് എന്താണ് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത്, ഇൻഫോം ചെയ്യുക, ഇന്ററപ്റ്റ് ചെയ്യുക, അതേപോലെ അഡ്വൈസിങ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ നോൺ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സെന്റേർഡ് ആണ്, അല്ലെങ്കിൽ കൗൺസിലറിന് ഏത് റോൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാസീവ്, ഇങ്ങനെ ചോദിക്കാം വിച്ച് ഇസ് റോൾ ഓഫ് കൗൺസിലർ ഇൻ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, ഏതാണ്? പാസീവ് റോൾ ആണ്. ഇലക്റ്റീവ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റീവ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഒരു കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ കൗൺസിലിംഗിന്റെയും ഒരു മേജർ എന്താണ് മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റെപ്സ് എല്ലാം കൂടെ കൺവേ ചെയ്ത് എല്ലാത്തിന്റെയും നല്ല നല്ല സ്റ്റെപ്സ് കൺവേ ചെയ്തിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് ഇലക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും വേണ്ടതാണ് നമ്മൾ എടുക്കുന്നത് അവിടെ. ദെൻ ഫേസസ് ഏതൊക്കെ പഠിച്ചു? ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, രണ്ടുപേര് തമ്മിൽ, രണ്ട് ആൾക്കാർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? എഫക്റ്റീവ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പ്രോപ്പർ ആയിട്ട് നമുക്ക് കൗൺസിലിംഗ് കിട്ടില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അസസ്മെന്റ്, നമ്മൾ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും?
ഗ്യാദർ ചെയ്ത് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തെടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് കണ്ടെത്തും. അതാണ് അസസ്മെന്റ് ഫേസിനകത്തുള്ളത്. ദെൻ ഇതിനുപയോഗിക്കുന്ന വേരിയസ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഉണ്ട്. ക്വസ്റ്റ്യനേഴ്സും അതേപോലെ ഓട്ടോഗ്രഫിയും ഒബ്സർവേഷൻസും റേറ്റിംഗ് സ്കെയില് ഇന്റർവ്യൂ കോഴ്സ് ഒക്കെ ഉപയോഗിക്കാം. ദെൻ കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും. അതാണ് സെറ്റിംഗ് ദ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ഇന്റർവെൻഷൻസ്, ഗോൾ സെറ്റ് ചെയ്താൽ മതിയോ, പോരാ. ഇനി നമുക്ക് ആ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പല സ്റ്റെപ്സ് അല്ലെങ്കിൽ പല ഇന്റർവെൻഷൻസ് ചെയ്യാം. അതാണ് ഫേസ് 4 എന്ത്, ഇന്റർവെൻഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫേസ് 5 എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ അല്ലെങ്കിൽ ഫോളോ അപ്പ് ഫേസ് ആണ്. ലാസ്റ്റ് ഫേസ് ഓഫ് കൗൺസിലിംഗ് ആണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് എഫക്റ്റീവ് ആണോ എന്ന് നോക്കും, ഡിസിഷൻ സൊല്യൂഷൻ മീറ്റ് ചെയ്തോ എന്ന് നോക്കും. അതേപോലെ തന്നെ ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഫോളോ അപ്പ് എടുത്ത് ഒരു പ്രൈമറി ആയിട്ട് ആയിട്ട് വീണ്ടും റീപ്ലാൻ ചെയ്ത് അസസ്മെന്റ്, റീപ്ലാനിങ്, റീഡയഗ്നോസ് ചെയ്ത് ഇന്റർവെൻഷൻസ് എല്ലാം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ആ സൊല്യൂഷൻ മീറ്റ് ചെയ്യുന്ന വരെ ചെയ്യും. അതാണ്. ഓക്കെ, ഇനി ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. ഒരു ഗുഡ് കൗൺസിലറിന്റെ ആ ലെറ്റേഴ്സ് ആൽഫബറ്റിലാണ് പറഞ്ഞത്. അതെല്ലാം നോക്കി എളുപ്പ വഴിയിൽ പഠിക്കാം. നോക്കിയാൽ ഫസ്റ്റ് ലെറ്റേഴ്സിൽ തന്നെ നമുക്ക് നോക്കി പഠിക്കാം. ഓക്കെ, ഇനി കൗൺസിലിംഗിലെ റോൾ ഓഫ് നേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. എന്തൊക്കെയാണ്, ഒരു പ്രൈമറി മേജർ റോൾ തന്നെയാണ്. പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ ആദ്യം നേഴ്സ് തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ബിഹേവിയറിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേണോ വേണ്ട എന്ന് തീരുമാനിക്കും. അതേപോലെ തന്നെ കോർഡിനേറ്റർ റോൾ ഉണ്ട്, പിന്നെ കമ്മ്യൂണിക്കേറ്റർ റോൾ ഉണ്ട്, ടീച്ചേഴ്സ് റോൾ ഉണ്ട്, മാനേജർ റോൾ ഉണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.